ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഒരിക്കൽ കൂടെ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഒരു പകലോടെ കർത്താവിനെ സ്തുതിക്കുവാൻ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് അവസരം നൽകിയതുകൊണ്ട് ഞങ്ങളെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ രാജ്യം ലോകമെമ്പാടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ വളരെ ക്ലേശത്തോടെ കടന്നു പോകുമ്പോൾ ഞങ്ങളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അവരുടെ കടന്നു പോകുന്ന രോഗികളായി ഭാരപ്പെടുന്ന എല്ലാവരെയും ഞങ്ങൾ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കരങ്ങൾ നീട്ടണമേ. സൗഖ്യം കൽപ്പിച്ചാക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അല്പനിമിഷങ്ങളിൽ നിന്റെ സന്നിധിയിൽ നിന്റെ സാന്നിധ്യത്തിനായി ഞങ്ങൾ അടുത്തു വരുമ്പോൾ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. ആത്മായോട് സംസാരിക്കണമേ. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്നവരെ, ഈ പാട്ടുകൾ കേൾക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കണമേ. ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശു എന്നടിസ്ഥാനം, ആശ്രയവനിലത്രേ. യേശു എന്നടിസ്ഥാനം, ആശ്രയവനിലത്രേ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. എത്ര മധുരമാവൻ നാമമെനിക്കു പാർത്താ. ഹല്ലേലൂയ. എത്ര മധുരമാവൻ നാമമെനിക്കു പാർത്താ. ഓർത്തുവരും തോറുമൻ ആർത്തി മാഞ്ഞു പോകുന്നു. ഓർത്തുവരും തോറുമൻ ആർത്തി മാഞ്ഞു പോകുന്നു. രോഗമെന്നെ പിടിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ. രോഗമെന്നെ പിടിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ. വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിടാൻ. വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിടാൻ. വൻപിച്ച ലോകത്തീര കമ്പം തിരുവോളവും. വൻപിച്ച ലോകത്തീര കമ്പം തിരുവോളവും. മുൻപും പിൻപുമായവൻ അൻപോടെന്നെ നടത്തും. ഹറബശതരേ
മുൻപും പിൻപുമായവൻ അൻപോടന്നെ നടത്തും. ലോകമെനിക്കു വൈരി, ലോകമെന്നെ ത്യജിച്ച, ഒരുമിച്ച് പറഞ്ഞാട്ടെ, ലോകമെനിക്കു വൈരി, ലോകമെന്നെ ത്യജിച്ച, ശോകമെന്തെനിക്കതിൽ ഏതും ഭയപ്പെടാന, ശോകമെന്തെനിക്കതിൽ ഏതും ഭയപ്പെടാന. ഒരു ദൈവത്തിന്റെ പ്രത്യാശ, നമ്മുടെ കർത്താവ് വേഗം വരും. നമ്മുടെ കർത്താവ് വേഗം വരുമ്പോ അവന്റെ മണവാട്ടിയായി എന്നെ അവൻ ചേർക്കും. എനിക്ക് അവൻ വാക്ക് തന്നിട്ടുണ്ട്, എനിക്ക് അവൻ ഉറപ്പ് തന്നിട്ടുണ്ട്. അതോടെ നമ്മുടെ പ്രത്യാശ ഈ ഭൂമിയിലുള്ളത് മാത്രമല്ല, ഉയരത്തിൽ എനിക്ക് ദൈവം നൽകിക്കുന്നവന്റെ പ്രത്യാശയുണ്ട്. പ്രത്യാശയോടെ നമുക്ക് ഒരുമിച്ച് ആ ചരണം ചേർന്ന് പാടി കർത്താവിന്റെ മഹത്വം അർപ്പിക്കാം. യെസ്, വൈക്കം തന്മണവാട്ടി ആക്കിയിടും എന്നെയെന്ന്, വൈക്കം തന്മണവാട്ടി ആക്കിയിടും എന്നെയെന്ന് വാക്കുണ്ട് എനിക്ക് തന്റെ നീക്കമില്ലതിനൊട്ടും, വാക്കുണ്ട് എനിക്ക് തന്നെ നീക്കമില്ലതിനൊട്ടും. യേശുവിന്റെ അടിസ്ഥാനം, യേശു എൻ അടിസ്ഥാനം, ആശയവനിലത്രേ. യേശു എൻ അടിസ്ഥാനം, ആശയവനിലത്രേ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. കർത്താവിൻ്റെ ധന്യമായ നാമം ഇന്ന് പകൽ എല്ലാവിധത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വിശുദ്ധ പകലിലൂടെ ദൈവവചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ വലിയവനായ ദൈവം ഈ ഭൂമിയിൽ ആയുസ്സും ആരോഗ്യവും ദീർഘമാക്കി നൽകിയതുകൊണ്ട് കർത്താവിന് സകല മഹത്വവും അർപ്പിക്കുന്നു. ഈ സന്ദേശത്തിന്റെ കേൾവിക്കായി ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ എന്നെ ശ്രദ്ധിക്കുന്ന അനുഹിതരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും, എല്ലാ ദൈവമക്കൾക്കും, വിശേഷാൽ കണ്ണമ്പള്ളി ദൈവസഭയിലെ എല്ലാ ദൈവമക്കൾക്കും ധന്യായ കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ദൈവകൃപ നമ്മുടെ മേൽ എല്ലാവരുടെ മേലും ഉണ്ടാകുമാറാകട്ടെ. ഒരുപക്ഷെ നാമൊക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറം നമ്മുടെ രാജ്യത്തും ലോകമെമ്പാടും COVID-19 എന്ന
വൈറസിന്റെ അണുബാധയാൽ ധാരാളം പ്രിയപ്പെട്ടവർ ഭാരപ്പെടുകയാണ്. ഇതുവരെയായി അതിനെ ഒരു പ്രതിവിധി കണ്ടെത്തുവാൻ കഴിയാത്ത വിധത്തിൽ ലോക രാജ്യങ്ങൾ, ശാസ്ത്രം ഒക്കെ അതിനു മുമ്പിൽ തലകുനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കളായ നമുക്ക് പ്രാർത്ഥനയിൽ തുടരുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. എനിക്ക് തോന്നുന്നു ഒരു ജീവിതത്തിന്റെ ഭാഗമായി ഈ രോഗം മാറിക്കൊണ്ടിരിക്കുന്നുവോ എന്ന നിലയിലേക്ക് അവസ്ഥകൾ കടന്നു പോവുകയാണ്. ആഴ്ചകൾ പിന്നിടുന്നു, ഒരുമിച്ച് കൂടി ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയാതിരിക്കുന്നു. എന്നാൽ ഒന്നിച്ചുകൂടി ദൈവസാന്നിധ്യത്തിലേക്ക് അടുത്തു വരുവാൻ കഴിയുന്നില്ലെങ്കിലും ദൈവമക്കൾ ക്ഷീണിച്ചു പോകരുത്. തുടമാനമായ പ്രാർത്ഥനയിലും ദൈവകൃപയിലും വർദ്ധിച്ചു വരുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ഈ രോഗം ആരംഭിച്ച സമയം, അല്ലെങ്കിൽ ലോക്ക്ഡൗൺ ഒക്കെ തുടങ്ങിയ സമയം, ദൈവമക്കൾ ഒരു വേള ധാരാളം സമയങ്ങൾ പ്രാർത്ഥനയ്ക്കായും ദൈവസാന്നിധ്യത്തിനായും സമയങ്ങളെ വേർതിരിച്ചിരുന്നു. അതിന് കുറവ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. അങ്ങനെ ആകരുത്. പ്രാർത്ഥനയിലും ദൈവകൃപയിലും പിന്നെയും മുതിർന്നു വരുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. വളരെ വേഗത്തിൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കപ്പെടേണ്ട ദൈവ ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം. ഇന്ന് പകലിലെ ദൈവവചനത്തിന് ചിന്തയ്ക്ക് ആധാരമായി 65 സങ്കീർത്തനം അതിന്റെ 9-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. 65 സങ്കീർത്തനം അതിന്റെ 9-ാമത്തെ വാക്യം. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. ദാവീദിന്റെ അനുഗ്രഹീതമായ ഒരു സങ്കീർത്തനമാണ് ഈ 65 സങ്കീർത്തനം. ദൈവത്തെ സ്തുതിക്കുവാൻ ആഹ്വാനം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുന്നതിന് അവൻ യോഗ്യനായ ദൈവമാണെന്ന് പറഞ്ഞ് ഭൂമിയിലെ എല്ലാ അർദികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന രക്ഷയാം ദൈവത്തെ ബലമരക്കി കെട്ടിക്കൊണ്ട് ശക്തിയാൽ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്ന, സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലയുടെ കോപവും ജാതികളുടെ കലകവും ശമിപ്പിക്കുന്ന ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ദാവീദ് ഇവിടെ പറയുന്ന ചില പ്രത്യേക പദപ്രയോഗങ്ങളാണ്. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. കഴിഞ്ഞ ചില ആഴ്ചകളായി തുടമാനമായി നാം പല ഭാഗങ്ങൾ ചിന്തിച്ചു വരികയായിരുന്നു. ആ സമയത്ത് ഞാൻ ഓർപ്പിച്ചൊരു കാര്യമുണ്ട്. ദൈവിക സന്ദർശനം എന്ന വിഷയം ഏറ്റവും പ്രാധാന്യമുള്ള വിഷയമാണെന്ന്. ഇത് പകൽ ആ ഭാഗം പറയുവാനാണ് പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവിക സന്ദർശനം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുമിച്ച് അല്പ നിമിഷങ്ങൾ ചിന്തിക്കാം. ദൈവിക സന്ദർശനം എന്ന വിഷയം നമ്മൾ പഠിക്കുമ്പോൾ പല വിധത്തിൽ വേദപുസ്തകത്തിൽ നമുക്ക് അതിനെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. വിസിറ്റ്. നമ്മള് ഒരു വീട്ടിലേക്ക് പോകുന്നു. ഒരു വീട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിന് പിമ്പിൽ നമുക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടാകാം. മറ്റ് പ്രധാനപ്പെട്ട യാതൊന്നുമില്ലെങ്കിൽ പോലും ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ആ പ്രിയപ്പെട്ടവരെ സന്ദർശിക്കുക. ഒരുപക്ഷെ ആ കുടുംബത്തിൽ രോഗികൾ ഉണ്ടായിരിക്കാം, വാർദ്ധക്യമുള്ളവരുണ്ടായിരിക്കാം, കൊച്ചു കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ സൗഹൃദ സംഭാഷണത്തിനായി നമ്മൾ സന്ദർശിക്കാറുണ്ട്. ഇങ്ങനെ പല വിധത്തിൽ നമ്മൾ സന്ദർശിക്കാറുണ്ട്.
ആ ഒരു ചിന്തയോട് തന്നെ നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന്റെ സന്ദർശനം. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ 3 വിധത്തിൽ ദൈവത്തിന്റെ സന്ദർശനത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന്, ദൈവത്തിന്റെ സന്ദർശനം എന്നത് ദൈവത്തിന്റെ ന്യായവിധിയെ കുറിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ന്യായവിധിയെ വേദപുസ്തകത്തിൽ ചില സന്ദർഭങ്ങളൊക്കെ ദൈവം സന്ദർശിക്കുന്നെന്ന് പറയുമ്പോൾ അവിടെ ദൈവം ന്യായം വിധിക്കുവാനായി ഇറങ്ങുന്നു എന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. യിരെമ്യാ പ്രവചനം 44-ാം അധ്യായത്തിൽ നമുക്ക് ഒരു ഭാഗം കാണാൻ കഴിയുന്നു. 44-ാം അധ്യായത്തിന്റെ 12 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. മിസ്രൈം ദേശത്ത് ചെന്ന് പാർപ്പാൻ അവിടെ പോകേണ്ടതിന് മുഖം തിരിച്ചിരിക്കുന്ന യഹൂദ സൃഷ്ടത്തെ ഞാൻ പിടിക്കും, അവരെല്ലാവരും മുടിഞ്ഞു പോകും. ഇങ്ങനെ താഴോട്ട് വായിക്കുമ്പോൾ 13-ാം വാക്യം പറഞ്ഞു വിടുന്നു, ഞാൻ യെരൂശലേമിനെ സന്ദർശിച്ചതുപോലെ മിസ്രൈം ദേശത്ത് പാർക്കുന്നവരെയും വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും സന്ദർശിക്കും. ഇവിടെ നമ്മൾ വായിക്കുന്ന ഭാഗം ദൈവിക സന്ദർശനം ന്യായവിധിക്ക് വേണ്ടിയാണ്. ഞാൻ പഠനത്തിന് വേണ്ടി ഒന്ന് പറഞ്ഞു വരുന്ന ഭാഗമേ ഉള്ളൂ. ഇനി യെശയ്യാ പ്രവചനം 13-ാം അധ്യായം, യെശയ്യാ പ്രവചനം 13-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ, ഞാൻ ഭൂതലത്തെ ദോഷം നിമിത്തവും ദുഷ്ടന്മാരെ അവരുടെ അകൃത്യ നിമിത്തവും സന്ദർശിക്കും. കണ്ടോ? അപ്പോ ഭൂതലത്തെ ദൈവം സന്ദർശിക്കുന്നു. ഇനി മുമ്പ് ഞാൻ പറഞ്ഞു, ഞാൻ യെരൂശലേമിനെ സന്ദർശിച്ചതുപോലെ മിസ്രൈം ദേശത്ത് പാർക്കുന്നവരെയും സന്ദർശിക്കും. അപ്പോൾ ദൈവിക സന്ദർശനത്തിന്റെ ഒരു ഭാഗം അങ്ങനെയുണ്ട്. ഇനി പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം അതിന്റെ 33-34 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്യുന്നവന്റെ പേർ ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. അവിടെ താഴോട്ട് വായിക്കുമ്പോൾ, എന്നാൽ എന്റെ സന്ദർശന ദിവസത്തിൽ ഞാൻ അവരുടെ പാപം അവരുടെ മേൽ സന്ദർശിക്കും. ഓക്കെ, അപ്പൊ ഞാൻ അവരുടെ പാപം അവരുടെ മേൽ സന്ദർശിക്കും. 32-34 പുറപ്പാട് പുസ്തകം. ഇനി 34-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെ 4-ാമത്തെ തലമുറയോളം സന്ദർശിക്കുന്നവൻ. കണ്ടോ? അപ്പൊ ഞാൻ ഈ 4 ഭാഗങ്ങൾ എടുത്ത് വായിച്ചതിൽ നിന്ന് ദൈവമക്കൾക്ക് മനസ്സിലായി കാണും, ദൈവിക സന്ദർശനം പറയുമ്പോൾ ന്യായവിധിയുടെ ഭാഗമായി ഉണ്ടാകാറുണ്ട്. ദൈവമക്കൾക്ക് പരിചിതമായ ഒരു വാക്യമാണ് സന്ദർശനം. നമുക്ക് എതിരായി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെ വരും, കർത്താവേ നീ അവനെ സന്ദർശിക്കണേ. അപ്പൊ ന്യായവിധിക്കുന്ന ഒരു ദൈവം എന്ന നിലയിലാണ് നമ്മുടെ ആ പ്രാർത്ഥന ഉണ്ടാകുന്നത് എന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പൊ ഞാൻ ആ ഭാഗം അങ്ങനെ പറഞ്ഞ് മുമ്പോട്ട് വരാം. ദൈവിക സന്ദർശനത്തിന്റെ 1-ാമത്തെ ഭാഗം ന്യായവിധിക്ക് വേണ്ടിയാണ്. പാപം ചെയ്യുന്നവനെ സന്ദർശിക്കാൻ, അകൃത്യം ചെയ്യുന്നവനെ സന്ദർശിക്കുന്ന ഒരു ദൈവം. അർത്ഥാൽ യെരൂശലേമിനെയോ മിസ്രൈമിനെയോ ദൈവജനത്തെയോ ഭൂതലത്തെയോ ആരെയും ആയിക്കൊള്ളട്ടെ, പാപം ചെയ്യുന്നവനെ ന്യായം വിധിക്കുവാൻ വേണ്ടി സന്ദർശിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ഭാഗം അങ്ങനെ അവസാനിപ്പിക്കാം. 2-ാമത്തെ ദൈവിക സന്ദർശനത്തിന്റെ ചിന്ത പഠിക്കുമ്പോൾ യിരെമ്യാ പ്രവചനം 15-ാം അധ്യായത്തിൽ നമുക്ക് ആ ഭാഗം കാണാൻ കഴിയുന്നുണ്ട്. തന്റെ ജനത്തെ ഉദ്ധരിക്കുവാൻ വേണ്ടി ദൈവം സന്ദർശിക്കുകയാണ്. 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 15-ാം വാക്യം, യിരെമ്യാവ് 15:15, യഹോവേ നീ അറിയുന്നു, എന്നെ ഓർത്ത് സന്ദർശിക്കണമേ, എന്നെ ഉപദ്രവിക്കുന്നവരോട് പ്രതികാരം ചെയ്യണമേ, നിന്റെ ദീർഘക്ഷമയിൽ എന്നെ എടുത്തു കളയരുതേ. ഇവിടെ നമ്മൾ വായിക്കുന്ന, ഇവിടെ മനസ്സിലാക്കേണ്ട ഭാഗമുണ്ട്. ദൈവം സന്ദർശിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവിക സന്ദർശനത്തിന്റെ പ്രോഗ്രാം നമ്മൾ പഠിക്കുമ്പോൾ ആ ഭാഗമെല്ലാം വിശദമായി ഒന്നുകൂടെ പറയുമ്പോൾ പിന്നീട് മനസ്സിലാക്കാം. അവിടെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, തകർന്നു പോയവരെ തൊട്ട് മുമ്പിലും താഴെയുമൊക്കെ ഉണ്ട്. ദൈവമേ
നീ എന്നോട് ഒന്ന് മനസ്സലിഞ്ഞിട്ട് എന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി ഒന്ന് പ്രതികാരം ചെയ്തിട്ട്, ഒന്നുകൂടെ പറഞ്ഞാൽ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന അശരണനായിരിക്കുന്ന എന്നെ നീ ഒന്ന് ഓർക്കണമേ, ഓർത്ത് എന്നെ ഒന്ന് സന്ദർശിക്കണമേ എന്നാണ് വായിക്കുന്നത്. അറിയാവുന്നൊരു വാക്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് വരാം. 80-ാം സങ്കീർത്തനത്തിലെ ഒരു വാക്യം, 80-ാം സങ്കീർത്തനത്തിൽ 14-15 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. ആ വാക്യം ഞാൻ പിന്നീട് ഒന്നുകൂടെ അർപ്പിക്കാം. ദൈവമേ, സൈനികരുടെ ദൈവമേ, തിരിഞ്ഞു വരണമേ, സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിച്ച് ഈ മുന്തിരി വള്ളിയെ സന്ദർശിക്കണമേ. കാരണം ആ ഭാഗം ഇസ്രായേൽ ജനത്തെ കുറിച്ചാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, നീ ഈ മുന്തിരി വള്ളിയെ ഒന്ന് സന്ദർശിക്കണമേ. കാരണം അതിന് തൊട്ടു മുമ്പിൽ വായിക്കുമ്പോൾ വഴി പോകുന്നവരൊക്കെ അതിനെ പറിക്കുകയാണ്. സ്തോത്രം. കാട്ടുപന്നികൾ അതിനെ മാന്തിക്കളയുകയാണ്, വയലിലെ മൃഗങ്ങൾ തിന്നുകളയുകയാണ്. എന്ന് വെച്ചാൽ എല്ലാ വിധത്തിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, മറ്റുള്ളവരാൽ വേദന അനുഭവിക്കപ്പെടുന്ന ഈ അനുഭവത്തിൽ നിന്ന് എനിക്ക് ഒരു ഉദ്ധാരണം ആവശ്യമുണ്ട്, എനിക്കൊരു മാറ്റം ആവശ്യമുണ്ട്. അതിനു വേണ്ടി നീ എന്നെ ഒന്ന് സന്ദർശിക്കണമേ. ഈ പകൽ ഈ ദൂതിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ ദൈവാത്മാവ് ഞാൻ ഓർപ്പിക്കട്ടെ, അവഗണിക്കപ്പെടുകയോ അശരണരായി പോകുകയോ ഒക്കെ ചെയ്യുന്ന അനുഭവമാണ് ഉള്ളതെങ്കിൽ ഇന്ന് പകൽ ദൈവം ചിലതിനെ സന്ദർശിക്കുകയാണ്. എന്തിനെന്നറിയാമോ? സ്തോത്രം. ചിലതിന് ഉദ്ധാരണം നൽകുവാൻ, ചിലത് തിന്നുപോയതിന് പകരമായി, ചിലത് ആമേ സ്തോത്രം ഇല്ലാതായി പോയതിന് പകരമായി, ആമേ സ്തോത്രം ചിലത് മുടിഞ്ഞു പോയതിന് പകരമായി, ആത്മാവിനാൽ ചിലതിനെ ഉദ്ധരിക്കേണ്ടതിന് ദൈവം സന്ദർശിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം സന്ദർശിക്കുന്ന രണ്ടാമത്തെ കാര്യം ഉദ്ധരിക്കാൻ വേണ്ടിയാണ്. ആമേൻ. ലൂക്കോസ് സുവിശേഷത്തിലെ വാക്യയുടെ ആ ഭാഗത്ത് ഞാൻ പറയാം. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 68-ാമത്തെ വാക്യം, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അടുത്ത വാക്യം ദൈവമക്കൾ ശ്രദ്ധിച്ചോളൂ, അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുന്നു. ഞാൻ ഈ വാക്യങ്ങൾ ഒന്നിച്ച് പറഞ്ഞു വിടുന്നു. സ്തോത്രം. അവഗണിക്കപ്പെട്ടു പോയ, അശരണരായ, തിന്നുകളയപ്പെട്ട, ചവിട്ടിക്കളയപ്പെട്ട, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയ ചിലതിനു വേണ്ടി ദൈവം ഉദ്ധാരണം നൽകാൻ പോകുകയാണ്. ഇത് നമുക്കറിയാം. സെക്കരിയാവ് പറയുകയാണ്, ലൂക്കോസ് 1-ലേക്ക് വരുമ്പോൾ സെക്കരിയാവ് പറയുകയാണ്, ആമേൻ, നീ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. നീ ജനത്തെ സന്ദർശിക്കുമ്പോൾ ജനത്തിന് ഉദ്ധാരണം ഉണ്ടാകുകയാണ്. ആമേൻ. എന്ന് വെച്ചാൽ സ്തോത്രം, ആമേൻ, മച്ചി എന്ന് പറഞ്ഞ് സമൂഹത്തിന് മുമ്പിൽ തള്ളപ്പെട്ടവളായി ആ കുടുംബത്തെ ആമേൻ സ്തോത്രം മാറ്റി നിർത്തിയ അനുഭവത്തിന്റെ മധ്യത്തിൽ എന്റെ ദൈവം എന്നെ ഉദ്ധരിച്ചെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മറ്റുള്ള മനുഷ്യർ നിന്നെ പറഞ്ഞ് തള്ളിക്കളഞ്ഞിരിക്കുകയായിരിക്കാം. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, നിന്നെ ഉദ്ധരിക്കാൻ എനിക്ക് മനസ്സുണ്ട്. ആമേൻ. ഞാൻ നിന്നെ സന്ദർശിക്കുക. യേശുവിന്റെ നാമത്തിൽ ദൈവിക സന്ദർശനം ഇന്ന് പകൽ ഉണ്ടാകുമ്പോൾ ചിലർ ഉദ്ധരിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉദ്ധാരണം നൽകാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രതീക്ഷകൾ അസ്തമിച്ചു പോയെങ്കിൽ ദൈവം ഉദ്ധരിക്കുകയാണ്. ഞാൻ മറ്റു ഭാഗങ്ങൾ വിശദമാക്കുമ്പോൾ ആ ഭാഗത്തിലേക്ക് വരാം. അതുകൊണ്ട് അടുത്ത വിഷയത്തിലേക്ക് കയറുന്നു. ഒന്നാമത്തേത് ദൈവിക സന്ദർശനം, ദൈവിക ന്യായവിധിയാണെങ്കിൽ, ആമേൻ സ്തോത്രം. രണ്ടാമത്തേത് ദൈവിക ഉദ്ധാരണത്തിന് വേണ്ടിയാണെങ്കിൽ, മൂന്നാമത്തെ സന്ദർശനം ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മളെ കൊണ്ട് എത്തിക്കേണ്ടതിന് ദൈവം നൽകുന്ന ചില പരിശോധനകളുണ്ട്. ദൈവം നൽകുന്ന ചില പരിശോധനകൾ, ദൈവം സന്ദർശിച്ച് സ്തോത്രം ചില പരിശോധനകൾ നൽകും. അതെന്തിനാണെന്നറിയാമോ? ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മെ കൊണ്ട് എത്തിക്കാനാണ്. ഞാനതും എന്റെ സന്ദേശത്തിനകത്ത് പറയുന്നതായതുകൊണ്ട് ഞാനത് വിശദമാക്കാതെ ഇപ്പോൾ കടന്നു പോകാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഭാഗം, 3 വിധത്തിലാണ് ദൈവിക സന്ദർശനം നമുക്ക് കാണാൻ കഴിയുന്നത്. 1 ദൈവിക ന്യായവിധി, 2 ദൈവിക ഉദ്ധാരണം, 3 ദൈവിക നമ്മെ പരിശോധന അഥവാ ട്രയൽ, നമ്മെ പരിശോധിക്കുന്ന അനുഭവങ്ങൾ. ഈ 3 വിധത്തിൽ ദൈവം തന്റെ ജനത്തെ അല്ലെങ്കിൽ ഭൂമിയെ സന്ദർശിക്കാറുണ്ട്. അപ്പൊ ദൈവത്തിന്റെ സന്ദർശനം ഈ 3 വിധത്തിൽ ഏതെങ്കിലും ഒരു നിലയിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. 1 ന്യായവിധിക്കാണെങ്കിൽ, 2 ഉദ്ധാരണത്തിന് വേണ്ടിയാണ്, 3 പരിശോധനയ്ക്ക് വേണ്ടിയാണ്. ഈ 3
ചിന്തകൾ നമ്മൾ മനസ്സിലിരിക്കുമ്പോൾ വേദപുസ്തക ചിന്തകൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പറയുവാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. ദൈവം പല വിധത്തിൽ തന്റെ ജനത്തെ സന്ദർശിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ സന്ദർശനത്തിൽ കൂടി കടന്നുപോയ ധാരാളം പ്രിയപ്പെട്ടവരെ നമുക്ക് വേദപുസ്തക താളുകളിൽ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഒന്നാമത്തേത് ഇസ്രായേൽ ജനമാണ്. ഇസ്രായേൽ ജനം വളരെ ശ്രദ്ധിക്കുക. ഈ പദം ഞാൻ പറയുമ്പോൾ ഇസ്രായേൽ ജനം ദൈവിക സന്ദർശനത്തിൽ കൂടെ കടന്നു പോവുകയാണ്. എനിക്കറിയാം, ഇത് പറയുമ്പോൾ ദൈവജനത്തിന്റെ കഷ്ടത എന്ന വിഷയമായിരിക്കാം നിങ്ങൾ വരുന്നത്, ചിന്തിക്കുന്നത്. ഞാൻ അതിലേക്ക് പിന്നീട് പ്രവേശിക്കാം. എന്നാൽ ഇപ്പോൾ ഞാൻ പറയുന്ന പദം ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം അതിന്റെ 24-ാം വാക്യമാണ്. ഞാൻ ആ ഭാഗം ഒന്നുകൂടെ പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം. യോസഫ് തന്റെ മരണക്കിടക്കയിൽ തന്റെ സഹോദരന്മാരോട് പറഞ്ഞ പദമാണ് നാം വായിക്കുന്നത്. യോസഫ് പറയാണ്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും. ദൈവം നിങ്ങളെ സന്ദർശിച്ചിട്ട് ഈ ദേശത്ത് നിന്നും താൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ എന്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് യോസഫ് പറഞ്ഞു. ഈ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇസ്രായേൽ ജനം ഇപ്പോൾ സന്തോഷത്തോടെ ആയിരിക്കുക, അതോ യോസഫും സഹോദരന്മാരും സന്തോഷത്തോടെ ആയിരിക്കുകയാണ്. സ്തോത്രം. അവിടെ പ്രതിസന്ധിയില്ല, അവിടെ പീഡകൾ അപ്പോൾ ഇല്ല, അവിടെ വേദന അവിടെ ഇല്ല, അവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ പറഞ്ഞാൽ വളരെ സേഫ് സോണിൽ, സുരക്ഷിതമായ സ്ഥലത്താണ് ഇപ്പോൾ തന്റെ ജനമായിരിക്കുന്നത്. പക്ഷേ യോസഫ് ആത്മാവിൽ ഒരു കാര്യം മനസ്സിലാക്കി. സ്തോത്രം. ഞങ്ങളെ ദൈവം സന്ദർശിക്കും. യോസഫ് പറയാ, ഞാനിപ്പോൾ മരിക്കുക, ഞാനിപ്പോൾ മരിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ദൈവം നിങ്ങളെ സന്ദർശിക്കും. ദൈവം നിങ്ങളെ സന്ദർശിക്കും. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, എന്റെ അസ്ഥികൾ കൊണ്ടുപോകാൻ മറക്കരുത്. എന്തിനാ ദൈവം നിങ്ങളെ സന്ദർശിക്കുന്നത്? ദൈവം നിങ്ങളെ സന്ദർശിച്ചിട്ട് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും. എന്ന് വെച്ചാൽ അബ്രഹാമിനോട് ഇസഹാക്കിനോട് യാക്കോബിനോട് ദൈവം ചെയ്ത ചില കാര്യമുണ്ട്, സത്യമുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവം നൽകിയ ചില വാഗ്ദത്തങ്ങളുണ്ട്. ഈ വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉള്ളത് കൊണ്ട് തന്നെ, അപ്പൊ അർത്ഥാൽ പിതാക്കന്മാരോട് പറഞ്ഞ ദൈവിക വാഗ്ദത്തങ്ങൾ നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്നത് ഒരു സുരക്ഷിത സംവിധാനത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു മാറ്റമുണ്ടാകും. നിങ്ങളെ ദൈവം സന്ദർശിക്കും. സന്ദർശിച്ചിട്ട് നിങ്ങളെ മടക്കി കൊണ്ടുപോകും. ഓർക്കുക ദൈവമക്കളെ, ദൈവത്തിന്റെ വാഗ്ദത്തത്തെ യോസഫ് ഓർത്തിട്ട് പറയുന്നു, ഒരു സന്ദർശനം ഉണ്ടാകും. ഒന്നുകൂടെ ഞാൻ പറയുക, ഇതുണ്ടായത്, ഈ വാഗ്ദത്തം പറയുന്നത് പ്രതിസന്ധിയുടെ മധ്യത്തിലല്ല, വേദനയുടെ മധ്യത്തിലല്ല. എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരിക്കുമ്പോഴാണ്, എല്ലാ കാര്യങ്ങളും നല്ല നിലയിൽ ആയിരിക്കുമ്പോൾ തന്നെയാണ്. സ്തോത്രം. നല്ല അടക്കമൊക്കെ യോസഫിന് കിട്ടി. കാലങ്ങൾ മുൻപോട്ട് കടന്നുപോയി. നമുക്ക് ഭാഗങ്ങൾ അറിയാം. വാഗ്ദത്ത കാലം അടുത്തു. ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ വാഗ്ദത്ത കാലം അടുത്തു. വാഗ്ദത്ത കാലം അടുത്തപ്പോൾ ജനം വർദ്ധിച്ച് പെരുകി ബലപ്പെട്ടു. സ്തോത്രം. പെരുകി ബലപ്പെടുന്ന ഒരു ജനം, അവിടെയും സന്തോഷമാണ്. പക്ഷേ പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത്, ആമേൻ, കഷ്ടതയിൽ കൂടെ കടന്നു പോവുകയാണ്. ദൈവമക്കൾ, ഈ ഭാഗം ഞാൻ ധ്യാനിച്ചപ്പോൾ എന്നെ വളരെ ചിന്തിപ്പിച്ച ചില ഭാഗമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടെ അവർ കഷ്ടത അനുഭവിച്ചത്, ഇവിടെ അവർ വേദന അനുഭവിച്ചത്, ഇവിടെ അവർ ഞെരുക്കം അനുഭവിച്ചത് ഇസ്രായേൽ ജനത്തിന്റെ പാപം നിമിത്തം അല്ല. ഇസ്രായേൽ മക്കളുടെ ചരിത്രം പഠിക്കുമ്പോൾ അവർ പല കഷ്ടങ്ങളും അനുഭവിക്കാൻ കാരണം അവരുടെ പാപമാണ്. ഞാൻ ആ ഭാഗം പിന്നീട് പറയാം. എന്നാൽ ഈ പറഞ്ഞ പശ്ചാത്തലം അവർ കഷ്ടതയിൽ കൂടെ കടന്നുപോയത്, അവർ വേദനയിൽ കൂടെ കടന്നുപോയത് അവർ പാപം ചെയ്തത് കൊണ്ടല്ല. പ്രത്യുത ദൈവത്തിന്റെ സന്ദർശന സമയമായി. നാളുകൾക്ക് മുമ്പേ പിതാക്കന്മാരോട് പറഞ്ഞ ചില വാഗ്ദത്തങ്ങളുണ്ട്. ആ പിതാക്കന്മാർ പറഞ്ഞ ചില ദൂതുകളുണ്ട്. ആ ദൂതിന്റെ നിവർത്തിക്കായി ദൈവ
ദൈവത്തിന്റെ സന്ദർശന കാലം അടുത്തപ്പോൾ ജനം കഷ്ടതയെ കൂടെ കടന്നുപോയി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരായി ഞാൻ പറയട്ടെ, ഒരുപക്ഷെ നീ ഇന്ന് കടന്നു പോകുന്ന ചില കഷ്ടതകൾ, ഇന്ന് നീ കടന്നു പോകുന്ന ചില പീഡകൾ, ഇന്ന് നീ കടന്നു പോകുന്ന ചില വേദനകൾ, ചില ഞെരുക്കങ്ങൾ, അത് നിന്റെ പാപം നിമിത്തമല്ല. നീ പലപ്പോഴും ദൈവത്തോട് ചോദിക്കുന്നു, ദൈവമേ, അറിഞ്ഞുകൊണ്ട് ഞാനൊരു ദോഷം ചെയ്തിട്ടില്ല, അറിഞ്ഞുകൊണ്ട് ഞാനൊരു അപസ്മത്രം ആർക്കും ഒരു തിന്മ ചെയ്തിട്ടില്ല, പിന്നീട് എന്തുകൊണ്ട് ഞാൻ ഈ കഷ്ടത അനുഭവിക്കുന്നു, പിന്നീട് എന്തുകൊണ്ട് ഞാൻ ഈ വേദന അനുഭവിക്കുന്നു? നീ കഷ്ടത കടന്നുപോയത് തിന്മ കൊണ്ടല്ല, പാപം കൊണ്ടല്ല, വേദന കൊണ്ടല്ല. പ്രത്യുത ദൈവത്തിന്റെ സന്ദർശന സമയമാണ്. നിന്റെ അപ്പന്മാരും പിന്നെ പിതാക്കന്മാരോട് നിന്നോട് പറഞ്ഞ അത് ചില വാഗ്ദത്തങ്ങൾ പൂർത്തിയാകാൻ സമയമായി. എന്നും ഇസ്ലാമി അടിമത്തത്തിൽ നീ കിടക്കാനല്ല, എന്നും അടിമയായി കിടക്കാനില്ല. നിന്നെ അടുത്ത മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ യേശുവിന്റെ നാമത്തിൽ നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളിലേക്ക് നിന്നെ കരം പിടിച്ചുയർത്താൻ, നിന്നോട് പറഞ്ഞ ദൂതകളിലേക്ക് നിന്നെ കൊണ്ടുവരാൻ, നിന്റെ പിതാക്കന്മാരോട് നിന്റെ കുടുംബത്തോട് ദൈവം പറഞ്ഞില്ലേ ആ ലോചനകളിലേക്ക് നിന്നെ കൊണ്ടുവരാൻ ദൈവത്തിന്റെ സമയമായി. ആ സന്തോഷന്റെ സമയമാണിത്. അതുകൊണ്ടാണ് നീ കഷ്ടതയിലൂടെ കടന്നുപോയത്. എത്ര ദൈവമക്കൾക്ക് ഈ തിരിച്ചറിവോടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഫേസ്ബുക്ക് ലൈവിലും അപ്പോൾ എന്നെ കേൾക്കുന്ന ദൈവമക്കളുണ്ട്, അപ്പോൾ തന്നെ സൂമിൽ കൂടെ എന്നെ കേൾക്കുന്ന കണ്ണുപോലെ സമയം ദൈവമക്കളുണ്ട്. ഈ കൂട്ടരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ കടന്നു പോകുന്ന കഷ്ടതകൾ, നിങ്ങൾ കടന്നു പോകുന്ന വേദനകൾ, നിങ്ങൾ കടന്നു പോകുന്ന പീഡകൾ, അത് നിങ്ങളുടെ പാപം നിമിത്തമല്ല. നിങ്ങൾ കഷ്ടത അനുഭവിച്ചത്, നിങ്ങൾ കഷ്ടത അനുഭവിക്കുന്നത് നിങ്ങൾ പാപം ചെയ്തത് കൊണ്ടല്ല. പ്രത്യുത ദൈവത്തിന്റെ സന്ദർശനത്തിന്റെ സമയമാണ്. എന്തിന്? വാഗ്ദത്തകാലം അടുത്തതുകൊണ്ട്. വാഗ്ദത്തകാലം അടുത്തതുകൊണ്ട് സ്തോത്രം, ജനം കഷ്ടതയെ കൂടെ കടന്നു പോവുകയാണ്, ജനം വേദനയെ കൂടെ കടന്നു പോവുകയാണ്. സ്തോത്രം, ജനത്തിന്റെ വേദന, ജനത്തിന്റെ കഷ്ടത എന്തിനാണെന്നറിയാമോ? വാഗ്ദത്തകാലം അടുത്തതുകൊണ്ടാണ്, സന്ദർശന സമയം. ഇനിയും നമുക്കറിയാം, ജനം കഷ്ടത കൂടെ കടന്നു പോകുന്നു. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ ഉണ്ടല്ലോ, അവിടെ പറയുന്നത് ചിലപ്പോൾ സകല പ്രയത്നത്താലും അവൻ അവരുടെ മനസ്സിനെ കൈപ്പാക്കി. അവർ മനസ്സ് മടിച്ചു, അവർ മനസ്സ് മടിക്കുന്നു. ജീവൻ കൈപ്പായി. എന്തിന് ജീവിക്കുന്നു എന്നുപോലും ചിന്തിക്കുന്ന അനുഭവത്തിലേക്ക് അവൻ സ്തോത്രം കടന്നുപോകുകയാണ്. ജീവനെ കൈപ്പാക്കുന്നു, വേദന വർദ്ധിക്കുന്നു. പാപനിമിത്തമാണോ? അല്ലല്ലോ, പാപം ചെയ്തിട്ടല്ല. ഇസ്രായേൽ മക്കൾ കിടന്നപ്പോ പാപം ചെയ്തെന്ന് വായിക്കുന്നില്ല. ഒറ്റ കാര്യം കൊണ്ടാ അവർ കഷ്ടത അനുഭവിക്കരുത്. എന്തിനറിയാമോ? അവരോട് പറഞ്ഞ വാഗ്ദത്തം, അവരോട് പറഞ്ഞ ദൂത്. ആ ഭാഗം ഒന്നുകൂടെ ഞാൻ ഇങ്ങനെ പറയാം. ജനം ഒറ്റക്കെട്ടായി നിൽക്കുവാനും പിതാക്കന്മാരുടെ ദൈവത്തെ അനുഭവിച്ചറിയുവാനും അവരോട് പറഞ്ഞ വാഗ്ദത്തത്തിലേക്ക് അവരെ കൊണ്ടുപോകുവാൻ വേണ്ടിയാ. ഞാനത് ഇങ്ങനെ പറയാം. അവിടെ പീഡയൊന്നും ഇല്ലാതെന്ന് ചിന്തിക്കുക, അവിടെ ഞെരുക്കമൊന്നും ഇല്ലാതെന്ന് ചിന്തിക്കുക, അവരുടെ ജീവൻ കൈപ്പാകുന്നില്ലെന്ന് ചിന്തിക്കുക. ഒരു കുഴപ്പവുമില്ലാതെ അവർ മുൻപോട്ട് പോയാൽ മോശമല്ല, ആര് വന്ന് വിളിച്ചാലും ഇവർ പോകില്ല, ഇല്ലേ? കാരണം സേഫ് സോൺ വിട്ട് ആരാ പോകാൻ തയ്യാറാകുന്നേ? ആരും പോകാൻ തയ്യാറാകില്ല. നമുക്ക് പറയാം, കൊറോണ വന്നതുകൊണ്ട് ആണ് പലരും നാട്ടിൽ വരാനും പലതും ഉപേക്ഷിക്കാനും ഒക്കെ തയ്യാറാകുന്നത്. ഇതുപോലെയുള്ളൂ. ഇസ്രായേൽ മക്കൾക്ക് മിസ്രൈമിൽ യാതൊരു കുഴപ്പമില്ലായിരുന്നു. യാതൊരു കുഴപ്പവും ഇല്ലാത്തതുകൊണ്ട് അവരോട് പറഞ്ഞ അവർ പോത്തില്ല. ദൈവത്തിനറിയാം ഇവർ ഇവിടെ കിടക്കേണ്ടവരല്ല. അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തമുണ്ട്, നിന്റെ സന്തതി തിരിച്ചു കൊണ്ടുവരും, അവരെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. അവർ തിരിച്ചു വരണമെന്നത് വാഗ്ദത്തമാണ്. അപ്പോ ഇവർ തിരിച്ചു വരണമെങ്കിൽ അവരിപ്പോൾ ആയിരിക്കുന്ന സുരക്ഷിത സ്ഥാനത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകണം കേട്ടോ. വാഗ്ദത്തം നടപ്പിലാക്കാൻ ദൈവം അനുവദിച്ച് നൽകുന്ന ചില കഷ്ടതകളുണ്ട്. ചില ഫറവോന്മാരെ ദൈവം അനുവദിച്ച് എഴുന്നേൽപ്പിക്കും. ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. പക്ഷെ അതിന്റെ മധ്യത്തിലും ദൈവത്തിന്റെ സന്ദർശന സമയമാണ്. ഞാൻ വേഗം മുൻപോട്ട് വരണം. ഞാൻ ആ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചിന്തിക്കുന്നു. എന്തിനാണ് ഇവർക്ക് ഈ കഷ്ടത ഉണ്ടായത്? എന്തിനാ ഈ വേദന ഉണ്ടായത്? ഞാൻ ആ വാക്ക് ഒന്നുകൂടെ പറയാം. ദൈവജനം
ഒറ്റക്കെട്ടായി നിൽക്കണം. ഇല്ലെങ്കിൽ കുറച്ചു പേര് പറയും ഞങ്ങൾ ഇവിടെ നിന്നോളാം. ഇപ്പം പോകേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എല്ലാവർക്കും ഒരുപോലെ കഷ്ടത ഉണ്ടായതുകൊണ്ടാണ്, എല്ലാവർക്കും ഒരുപോലെ വേദന ഉണ്ടായതുകൊണ്ടാണ് അവർ പോകാൻ തയ്യാറായത്. ഞാൻ ആ വാക്യം ഒന്നുകൂടെ പറയട്ടെ. ജനം ഒറ്റക്കെട്ടായി നിൽക്കുവാനും ദൈവത്തെ അനുഭവിച്ചറിയാനും ദൈവം പിതാക്കന്മാരോട് പറഞ്ഞ വാഗ്ദത്തത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ദൈവജനം തിരിച്ചറിയുക, ചില കഷ്ടതകൾ ദൈവ സന്ദർശനത്തിന്റെ ഭാഗമാണ്. വാഗ്ദത്തങ്ങളിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കാൻ ചില കഷ്ടങ്ങൾ, ചില ഞെരുക്കങ്ങളൊക്കെ വന്നെങ്കിൽ അതിന്റെ പിൻപിലെയും ദൈവിക ഉദ്ദേശം വാഗ്ദത്തത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാ. യോസഫ് പറയാ, ദൈവം നിങ്ങളെ സന്ദർശിക്കും. ദൈവം ഇസ്രായേൽ ജനത്തെ സന്ദർശിച്ചു. ആ ഭാഗവുമായി ബന്ധപ്പെട്ട് തന്നെ ഇസ്രായേൽ മക്കളുടെ കാര്യം തന്നെ പറഞ്ഞു വരാം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു, കനാൻ നാട്ടിൽ ചെന്നു. ഏകദേശം 900 വർഷം കഴിഞ്ഞു. ഇപ്പൊ ജനം ഇവിടെ പ്രവാസത്തില. കാരണം ഞാൻ പറഞ്ഞതാ, ഇവർ അനുഭവിക്കപ്പെട്ട പല പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും കാരണം ഇവരുടെ പാപമാണ്. അതുകൊണ്ട് തന്നെ ഇവർ അനുബന്ധത്തിലേക്ക് പോയി, പ്രവാസത്തിലേക്ക് പോയി. ഒരു വാക്യം എഴുതും, ഇരമ്യാ പ്രവചനം 29-ാം അധ്യായം, ഇരമ്യാ പ്രവചനം 29-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. ഇരമ്യാവ് 29:10. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എന്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. അടുത്തത് ആ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യ. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ. നിങ്ങൾ എന്നോട് അപേക്ഷിക്കും, എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കാണും. ഞാൻ നിങ്ങളുടെ പ്രവാസം മാറ്റും, ഞാൻ നിങ്ങളെ ശേഖരിക്കും. ഞാൻ ആ ഭാഗം ബാക്കി വായിക്കുന്നില്ല. ശ്രദ്ധിച്ച ഭാഗം ശ്രദ്ധിച്ചേ. ഇവിടെ പറയുക, നിങ്ങളോട് എനിക്ക് വായ്പത്തൊക്കെ ഉണ്ട്, നിങ്ങളുടെ പ്രവാസത്തെ ഞാൻ മാറ്റും, പ്രവാസികളെ ഞാൻ സന്ദർശിക്കും. പക്ഷെ എപ്പോഴാ? 70 സംവത്സരം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാന് നിങ്ങളോട് പറഞ്ഞു, ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തേയുള്ളൂ. കാരണം എനിക്ക് ചില തീരുമാനങ്ങളുണ്ട്, എനിക്ക് ചില നിരൂപണങ്ങളുണ്ട്, എനിക്ക് ചില ആഗ്രഹങ്ങളുണ്ട്, നിങ്ങളെ കുറിച്ച് എനിക്ക് ചില പദ്ധതികളുണ്ട്. ആ പദ്ധതിയിലേക്ക് എനിക്ക് നിങ്ങളെ കൊണ്ടുവരണം. ആ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് 70 വർഷം കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ നിങ്ങളെ സന്ദർശിക്കുകയുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചേ, പ്രവാസത്തിൽ കിടക്കുന്ന ദൈവജനത്തോട് പറയുക, ഞാൻ നിങ്ങളെ സന്ദർശിക്കും. എപ്പോൾ? 70 വർഷം കഴിഞ്ഞ്. ബാബേലിൽ നിങ്ങൾ ചില കാലഘട്ടങ്ങൾ കഷ്ടത അനുഭവിക്കണം. ദൈവമക്കൾ, ഞാൻ ആത്മീയ ദൂത് പറയാം, ഒരു ബ്രാക്കറ്റ് പീരീഡ് ഒരു പക്ഷേ നീ കഷ്ടത അനുഭവിക്കേണ്ടി വരും, ഒരു ബ്രാക്കറ്റ് പീരീഡ് ഒരു പക്ഷെ നീ വേദന അനുഭവിക്കേണ്ടി വരും. പക്ഷെ ദൈവം പറയുക, അത് നിലനിൽക്കുകയില്ല. എന്റെ സന്ദർശനത്തിന് സമയമുണ്ട്, ഞാൻ നിങ്ങളെ സന്ദർശിക്കുന്ന സമയമുണ്ട്. എന്റെ സന്ദർശനത്തിന് സമയമാകുമ്പോൾ എന്റെ പദ്ധതി അനുസരിച്ച്, എന്റെ നിരൂപണം അനുസരിച്ച് ഞാൻ നിങ്ങളെ മടക്കിക്കൊണ്ടുവരുന്നു. അതെന്റെ നിരൂപണമാണ്. നിങ്ങളെ കുറിച്ചുള്ള എന്റെ നിരൂപണങ്ങൾ അത് തിന്മയ്ക്കല്ല. അങ്ങനെയാണെങ്കിൽ മിസ്രൈമിൽ കിടന്ന ദൈവജനത്തെ കുറിച്ച് ദൈവത്തിന് ഒരു നിരൂപണം ഉണ്ടായിരുന്നെങ്കിൽ, ആ നിരൂപണം വാഗ്ദത്തത്തിന്റെ സമയമായപ്പോൾ സന്ദർശിച്ച് അതിനെ നിവർത്തിച്ചെങ്കിൽ, പ്രവാസത്തിൽ കിടക്കുന്ന 70 ജനത്തോട് പറയുക, 70 വർഷം ഞാൻ നിങ്ങളെ അവിടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളെ സന്ദർശിച്ച് മടക്കിക്കൊണ്ടുവരും. എനിക്ക് ചില നിരൂപണങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, ദൈവത്തിന്റെ സന്ദർശനത്തിന് ഒരു ബ്രാക്കറ്റ് പീരീഡ് ഉണ്ട്. ദൈവത്തിന്റെ സന്ദർശനത്തിന് ഒരു സമയപരിധിയുണ്ട്.
ഒന്നുകൂടെ ഞാൻ പറയാം, എന്നും പ്രവാസമല്ല, എന്നും കഷ്ടതയല്ല, അതിനപ്പുറം ദൈവം സന്ദർശിച്ച് പുറത്തു കൊണ്ടുവരുന്ന സമയമുണ്ട്. സ്തോത്രം. ഞാൻ നിങ്ങളെ മടക്കി കൊണ്ടുവരും. എനിക്ക് നിങ്ങളെ കുറിച്ച് നിരൂപണമുണ്ട്, എനിക്ക് നിങ്ങളെ കുറിച്ച് പദ്ധതിയുണ്ട്. ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ ഭാഗം അങ്ങനെ വിടുന്നു. രണ്ട് കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇസ്രായേൽ ജനത്തിന്റെ. ഒന്ന്, അവർ പാപം ചെയ്യാതെ അവർ ഒരു കുഴപ്പമില്ലാതിരുന്നപ്പോഴും ദൈവം അവരെ സന്ദർശിച്ചു, കഷ്ടതയെ കൂടെ വിട്ട് പുറത്തു കൊണ്ടുവന്നു. രണ്ട്, പാപം ചെയ്ത് സ്തോത്രം പ്രവാസത്തിൽ പോയപ്പോഴും ദൈവം അവരെ സന്ദർശിച്ച് മടക്കി കൊണ്ടുവന്നു. ദൈവം നമ്മെ സന്ദർശിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു ഭാഗമാണെങ്കിലും ഈ ഭാഗവുമായി ബന്ധപ്പെട്ട അതുകൊണ്ട് പറയാം. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം പറഞ്ഞു, അബ്രഹാമിനോട് ദൈവം ദൂത് പറഞ്ഞു. കാലങ്ങൾ മുൻപോട്ട് പോയി, വർഷങ്ങൾ മുൻപോട്ട് പോയി. ഇടയ്ക്കൊരു ഇസ്മായിൽ ജനിക്കേണ്ടി വന്നു. കാലങ്ങൾ മുൻപോട്ട് പോയി. അബ്രഹാം പറഞ്ഞു, ഇസ്മായിൽ എന്നെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി, ഇനിയും യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല. ഒരു കാര്യം ഓർക്കുക, അബ്രഹാം മാത്രമല്ല വാഗ്ദത്തം പ്രാപിച്ചത്, സാറായും വാഗ്ദത്തം പ്രാപിച്ചു. നമുക്ക് ആ ഭാഗം വായിക്കുമ്പോൾ വളരെ കൃത്യമായി മനസ്സിലാക്കി കഴിയുന്ന കാര്യമുണ്ട്. എബ്രായരുടെ 12-ാം അധ്യായത്തിലെ 12-ാം വാക്യം, വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ. കണ്ടോ? സ്തോത്രം. അബ്രഹാമിനോട് മാത്രമല്ല വാഗ്ദത്തം, സാറായോടും കൂടെ ദൂത് പറഞ്ഞു. സാറായ അത് വിശ്വസിക്കുന്നു. കാലങ്ങൾ മുമ്പോട്ട് പോയി, പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിച്ചു. പക്ഷേ ദൈവം സാറായെ സന്ദർശിച്ചു. ദൈവം സാറായെ സന്ദർശിച്ചു. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 1-ാം വാക്യം, അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ സാറയെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറായിക്ക് നിവർത്തിച്ചു കൊടുത്തു. കണ്ടോ? വാഗ്ദത്തം ചെയ്തതിനെ നിവർത്തിച്ചു കൊടുക്കാൻ ദൈവം സന്ദർശിക്കുക. ചില ദിവസങ്ങൾക്ക് മുമ്പുള്ള ആലോചനയിൽ ഞാൻ ഈ ഭാഗം അത് ചേർത്ത് പറഞ്ഞതാണ്. എന്താ ഞാൻ പറഞ്ഞത്? വാഗ്ദത്തം ചെയ്തതിനെ നിവർത്തിച്ചു കൊടുക്കാൻ ദൈവം സാറായെ സന്ദർശിച്ചു. അബ്രഹാമിനോട് ദൂതുണ്ട്, അബ്രഹാമിനോട് വാഗ്ദത്തമുണ്ട്. പക്ഷേ വാഗ്ദത്തം നിവർത്തിയാകാൻ സാറായെ സന്ദർശിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം സാറായോടും വാഗ്ദത്തമുണ്ട്. ഈ ദൂതിന്റെ ആഴം എത്ര ദൈവമക്കൾക്ക് മനസ്സിലാകുന്നുണ്ട്? അബ്രഹാമിനോട് മാത്രമല്ല, നിന്നോടും വാഗ്ദത്തമുണ്ട്. നിന്റെ പിതാക്കന്മാരോട് മാത്രമല്ല, തലമുറയെ നിന്നോടും വാഗ്ദത്തമുണ്ട്. പിതാക്കന്മാരെന്ന് പറഞ്ഞ വാഗ്ദത്തം നിന്നോട് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ അവൻ സന്ദർശിക്കുക. ഈ പകൽ ആ വിശദീകരണങ്ങൾ ഞാൻ ദീർഘമായി പറയാതെ മുൻപോട്ട് വരാം. ദൈവത്തിന്റെ സമയമായെങ്കിൽ ദൈവം നിന്നെ സന്ദർശിക്കുക. വാഗ്ദത്തം ചെയ്തത് നൽകി തരേണ്ടതിന്, അത് നിവർത്തീകരിച്ച് നൽകേണ്ടതിന് ദൈവം നിന്നെ സന്ദർശിക്കുക. സാറേ, നിന്റെ ശരീരം ബലഹീനമാണ്, പുത്രോത്പാദനത്തിനുള്ള ശക്തി ഇല്ല, അത് നിർജീവമായി. അങ്ങനെയല്ല വായിക്കുന്നത്, ശരീരം നിർജീവമായി പോയി, പ്രതീക്ഷയ്ക്ക് വകയില്ല. പക്ഷെ വാഗ്ദത്തം ചെയ്തവൻ നിന്നെ സന്ദർശിക്കാൻ പോകുക. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ നിന്നെ സന്ദർശിക്കാൻ പോകുക. സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കാം, യാതൊരു അനുകൂല ക്രമീകരണങ്ങളില്ലായിരിക്കാം, പക്ഷെ ദൈവം നിന്നെ സന്ദർശിക്കുകയാ. ദൈവം നിന്നെ സന്ദർശിക്കുമ്പോൾ നിർജീവമായത് ജീവൻ പ്രാപിക്കും. യേശുവിന്റെ നാമത്തിൽ ചലിക്കാത്തത് ചലിച്ചു തുടങ്ങും, ചലിക്കാത്തത് ചലിച്ചു തുടങ്ങും, മൂവ് ചെയ്യാത്തത് മൂവ് ചെയ്തു തുടങ്ങും. സാഹചര്യങ്ങൾ നിനക്ക് വേണ്ടി അനുകൂലമായി തുടങ്ങും. രാജാക്കന്മാരുടെ ഹൃദയത്തെ നീർത്തോട് പോലെ നിങ്കലേക്ക് തിരിപ്പിക്കും. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ദൈവം നിന്നെ സന്ദർശിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മറ്റാരും സന്ദർശിക്കുന്നത് പോലെയല്ല ദൈവം നിന്നെ സന്ദർശിച്ചാൽ. നിന്റെ പ്രിയപ്പെട്ടവർ നിന്നെ സന്ദർശിക്കുന്നത് പോലെ അല്ല ദൈവം നിന്നെ സന്ദർശിച്ചാൽ. ഇന്ന് പകൽ ദൈവം നിന്നെ സന്ദർശിച്ചാൽ ചേഞ്ച് വരിക. നിന്റെ ശരീരമണ്ഡലങ്ങളിൽ വ്യത്യാസം വരിക, നിന്റെ ആത്മമണ്ഡലത്തിൽ വ്യത്യാസം വരിക, നിന്റെ ഭൗതിക മേഖലകളിൽ വ്യത്യാസം വരിക. ദൈവിക വാഗ്ദത്തങ്ങൾ സംഭവിക്കാൻ കഴിയാത്ത വിധത്തിൽ എവിടൊക്കെ ഏതൊക്കെ കാര്യങ്ങൾ നിർജീവമായോ സ്തോത്രം, അത് ജീവൻ പ്രാപിക്കും.
നിന്റെ വാഗ്ദത്തം നടപ്പിലാക്കാൻ രാജാക്കന്മാരെ വാഴിക്കുകയും രാജാക്കന്മാരെ നീക്കുകയും ചെയ്യും. നിന്നോടുള്ള ദൂത് നിറവേറ്റാൻ സാഹചര്യങ്ങളെയും മാറ്റിമറിക്കും. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? അതുവരെ ഒഴുകിയ യോർദാനെയും, കരകവിഞ്ഞൊഴുകിയ യോർദാനെയും, അലയടിച്ചുയർന്ന ചെങ്കടലിനെയും വിഭാഗിച്ചുകൊണ്ട് ദൈവം തന്റെ ജനത്തിന് വേണ്ടി വഴി തുറന്നെങ്കിൽ, എന്റെ ദൈവത്തിന്റെ സന്ദർശനത്തിന് സമയമാകുമ്പോൾ ഇന്ന് വരെ സംഭവിക്കാത്തത് ദൈവം നിനക്ക് വേണ്ടി ചലിപ്പിച്ചു തുടങ്ങുകയാണ്. യേശുവിന്റെ നാമത്തിൽ ബഹുനിശ്ചയത്തോടെ ഞാൻ പറയാം, ഈ വചനം സംസാരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് തന്നെ പ്രവർത്തി ചെയ്യുകയാണ്. ഇന്ന് വരെ സംഭവിക്കാത്ത വിധത്തിൽ, ഇന്ന് വരെ ചലിക്കാത്ത വിധത്തിൽ ദൈവം നിനക്ക് വേണ്ടി സന്ദർശിച്ചു എന്നതിന്റെ അടയാളമായി ചിലത് സംഭവിക്കാൻ പോകുക. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകട്ടെ. യെസ്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചിലത് ജീവൻ പ്രാപിക്കാൻ പോകുക, ചിലത് ജീവൻ പ്രാപിക്കാൻ പോകുക, ചിലത് ചൈതന്യം പ്രാപിക്കാൻ പോകുക, ചിലത് ആത്മാവിൽ ബലപ്പെടാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. വചനത്തിന്റെ പ്രവർത്തി ചെയ്യാൻ തുടങ്ങിയ God will visit you. അതിനെ സന്ദർശിക്കാൻ പോകുക. സാറേ, കഴിഞ്ഞ 24 വർഷമായി വാഗ്ദത്തം കേട്ടിട്ട്, കഴിഞ്ഞ 24 വർഷമായി നീ ദൂത് കേട്ടിട്ട്, ഓരോ ദിവസം കഴിയുന്നോറും, ഓരോ വർഷം കഴിയുന്നോറും വാഗ്ദത്തത്തിനെതിരാണ് സംഭവിക്കുന്നത്. കേട്ട ദൂതിനെതിരാണ് സംഭവിക്കുന്നത്. ശരീരം നിർജ്ജീവമായിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. പ്രതീക്ഷകൾക്ക് മംഗൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 24 വർഷമായി നീ ദൂത് കേട്ടിട്ട് ശരീരം നിർജ്ജീവമായിക്കൊണ്ടിരിക്കുന്നു. നിന്റെ ബുദ്ധി പറഞ്ഞു, നിന്റെ ശരീരം പറഞ്ഞു, നിന്റെ ചിന്തകൾ പറഞ്ഞു, നിന്റെ ഭർത്താവ് പറഞ്ഞു, നെവർ, ഇത് സംഭവിക്കില്ല. ഞാനതിനെ ചേർത്ത് പറയാം, ശാസ്ത്രം പറയും ഇനി സംഭവിക്കില്ല, ലോകം പറയും ഇനി നടക്കില്ല. പക്ഷെ അവിടെയാണ് ദൈവം സന്ദർശിക്കുന്നത്. അവിടെയാണ് ദൈവം സന്ദർശിക്കുന്നത്. കേട്ടോ, കേട്ടോ, ഒരിക്കൽ കൂടെ ഞാൻ പറയാം, അവിടെയാണ് ദൈവം സന്ദർശിക്കുന്നത്. ലോകം പറയുന്നതിനെതിരാണ് ദൈവം ചെയ്യുന്നത്. ശാസ്ത്രം പറയുന്നതിനെതിരാണ് കർത്താവ് ചെയ്യുന്നത്. അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ സംഭവിക്കുന്നത്. ദൈവത്തിന് സന്ദർശനം നടക്കുന്നത് അവിടെയാണ്. ഞാൻ വേഗം മുൻപോട്ട് വരാം. സാറായെ ദൈവം സന്ദർശിച്ചു. ഇവിടെ വായിക്കുന്നത് ദൈവം പറഞ്ഞ അവധിക്ക്, ആ വാക്ക് ഞാൻ ഓർപ്പിച്ചിട്ടുള്ളതാ. താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് പോലെ യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. സ്തോത്രം. അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക് സാറാ ഗർഭം ധരിച്ചു. ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട് കേട്ടോ. നിന്നോട് പറഞ്ഞിട്ടില്ലായിരിക്കാം, ആ പദം എന്നെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. അബ്രഹാമിനോട് അരുളി ചെയ്തിരുന്ന അവധി പറഞ്ഞോ? ഇല്ല. 25 വർഷം കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞോ? ഇല്ല. 1 വർഷമായപ്പോ, 24 വർഷമായും പറഞ്ഞു. സ്തോത്രം. ഇവിടെ പറഞ്ഞത് സ്തോത്രം 1 വർഷം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞ അവധിയാണ്. ഒരു അവധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും. ഒരു അവധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിക്കും. ശ്രദ്ധിക്കുക, വാഗ്ദത്തങ്ങൾ, വാഗ്ദത്തങ്ങൾ സംഭവിക്കുന്നു. വാഗ്ദത്തങ്ങൾ സംഭവിക്കുന്നു. വാഗ്ദത്തങ്ങൾ നടപ്പിലാക്കാൻ ദൈവം സന്ദർശിക്കുന്നു. സാറായെ ദൈവം സന്ദർശിച്ചു. മുൻപോട്ട് വരാം. ഇസ്രായേലിനെ 2 വിധത്തിൽ സന്ദർശിച്ച ദൈവം. വാഗ്ദത്തങ്ങൾ നടപ്പിലാക്കാനും നിരൂപണങ്ങൾ സാധ്യമാക്കാനും സന്ദർശിച്ച ദൈവം. സാറായെ വാഗ്ദത്തം നിവർത്തിച്ചു കൊടുക്കാൻ സന്ദർശിച്ച ദൈവം. രൂത്ത് പുസ്തകത്തിലേക്ക് വരുമ്പോ ആ ഭാഗം നമുക്കറിയാം. എലിമേലെക്കും കുടുംബവും ബേത്ലഹേമിലെ ക്ഷാമ നിമിത്തം മോവാബിലേക്ക് ഓടിപ്പോകുക. മോവാബിലേക്ക് ഓടിപ്പോയി. ആ യാത്ര നമുക്കറിയാം. എലിമേലേക്ക് പോയി, പുത്രന്മാർ പോയി, നവോമിയും മരുമക്കൾ 2 പേരും മാത്രം ശേഷിക്കുക. ആ ഭാഗം നിങ്ങൾക്കറിയാമെന്ന് ചിന്തിക്കുന്നു. അതെല്ലാം വിശദമാക്കുന്നില്ല. രൂത്ത് പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം നമുക്കറിയാം. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചു എന്ന് മോവാബിൽ നവോമി കേട്ടു. സ്തോത്രം. ഞാൻ പലപ്പോഴും പറയുകയും ചിന്തിക്കുകയും ചെയ്ത കാര്യമുണ്ട്. എനിക്ക് രൂത്തിന്റെ പുസ്തകത്തിൽ മോവസിനെ കുറിച്ച് വലിയ ഇഷ്ടമുണ്ട്. സ്തോത്രം.
എലീമേലെക്ക് ചാർച്ചക്കാരനാണ്. ഒരുപക്ഷെ എലീമേലെക്ക് കുടുംബവും മോവാബിലേക്ക് പോയപ്പോ ചാർച്ചക്കാരനായ ബോവസിനെ വിളിച്ചു കാണും, മോനെ ഇവിടെ കിടന്നോട് യാതൊരു ഫലവുമില്ല, ഇവിടെ കിടന്നോട് യാതൊരു കാര്യമില്ല, നമുക്ക് പോയേക്കാം. പക്ഷെ ബോവസ് പറഞ്ഞില്ല, എനിക്കൊരു കാര്യം അറിയാം, എന്നും ബേത്ലഹേമിൽ ക്ഷാമം ഉണ്ടാകില്ല. അപ്പത്തിന്റെ വീടായ ബേത്ലഹേമിൽ ഒരു ബ്രാക്കറ്റ് വീട് ക്ഷാമം ഉണ്ടായേക്കാം, പക്ഷെ എന്നും ക്ഷാമം ഉണ്ടാകില്ല, എന്നും ക്ഷാമം ഉണ്ടാകില്ല കേട്ടോ. ചില കാലമൊക്കെ പറയുമ്പോൾ ക്ഷാമം ഉണ്ടാകും. അപ്പത്തിന്റെ വീടായ ബേത്ലഹേമിൽ ചില കാലഘട്ടങ്ങൾ ക്ഷാമം ഉണ്ടാകാം, പക്ഷേ എന്നും ക്ഷാമമായിരിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഓടിപ്പോയ എലീമേലെക്കിനേക്കാൾ കഷ്ടതയുടെ മധ്യത്തിൽ, ക്ഷാമത്തിന്റെ മധ്യത്തിൽ നിന്ന ബോവസിനെയാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് സംഭവിച്ചത്. ബേത്ലഹേമിൽ ദൈവത്തിന്റെ കരം ചലിച്ചു. അവിടെ വായിക്കുന്നത്, ദൈവം തന്റെ ദേശത്തെ, തന്റെ ജനത്തെ സന്ദർശിച്ചു എന്ന് മോവാബിൽ നവോമി കേട്ടു. പ്രിയരെ, ദൈവത്തിന് വേണ്ടി നീ നിന്നാൽ നിന്റെ ദൈവം നിന്നെ സന്ദർശിച്ചെന്ന് നാട്ടുകാർ കേൾക്കും, നിന്നെ വിട്ടുപോയവർ കേൾക്കും, നിന്നെ നിന്ദിച്ചവർ കേൾക്കും. ഇനി ഈ ബേത്ലഹേമിൽ ഒരു കൊയ്ത്തുണ്ടാകത്തില്ലെന്ന്, ഇനി ഈ ബേത്ലഹേമിൽ ഒരു നന്മ ഉണ്ടാകത്തില്ലെന്ന് ആര് വിധി പറഞ്ഞോ അവർ കേൾക്കാൻ പോകുകയാണ് ദൈവം നിന്നെ സന്ദർശിച്ചെന്ന്. എന്നും വരേണ്ട അനുഭവമല്ല, എന്നും ബുദ്ധിമുട്ടല്ല, എന്നും നിന്റെ പേഴ്സ് കാലിയായിരിക്കാൻ ദൈവം അനുവദിക്കില്ല. എന്നും മറ്റുള്ള മുമ്പിൽ നീ നിന്ദിക്കപ്പെടാൻ ദൈവം അനുവദിക്കില്ല. ദൈവം നിന്നെ സന്ദർശിക്കാൻ പോകുകയാണ്. നിന്റെ വരണ്ട അനുഭവങ്ങളെ മാറ്റാൻ, നിന്റെ ക്ഷാമത്തിന്റെ അനുഭവങ്ങളെ മാറ്റാൻ എന്റെ കർത്താവ് ഇത് പകൽ നിന്നെ സന്ദർശിക്കുക. നവോമി മോവാബിൽ നിന്ന് കേൾക്കട്ടെ, ദൈവം നിന്നെ സന്ദർശിച്ചെന്ന്. നിന്നെ പരിഹസിച്ചവർ, നിന്നെ നിന്ദിച്ചവർ, നിന്നെ തരം താഴ്ത്തിയവർ നാമെ കേൾക്കാൻ തുടങ്ങിയ ദൈവം നിന്നെ സന്ദർശിച്ചെന്ന്. ആ ഭാഗം നമുക്കറിയാം. നവോമി രൂത്തുമായി മടങ്ങി വരുമ്പോൾ ആ ഭാഗത്ത് അങ്ങനെ വായിക്കുന്നു, യവക്കൊയ്ത്തിന്റെ ആരംഭത്തിങ്കൽ അവർ ബേത്ലഹേമിൽ എത്തി. അങ്ങോട്ട് പോയപ്പോൾ നവോമി കണ്ടത് കരിഞ്ഞുണങ്ങിക്കിടന്ന നിലങ്ങളാണ്, ഫലം പുറപ്പെടുവിക്കാത്ത നിലങ്ങളാണ്. പക്ഷേ തിരിച്ചു വന്നപ്പോൾ നവോമി കണ്ടത് യവക്കൊയ്ത്തിന്റെ ആരംഭമാണ്. ദൈവം നിന്നെ സന്ദർശിച്ചാലുണ്ടല്ലോ, ചില കൊയ്ത്ത് സംഭവിക്കപ്പെടാൻ പോകുകയാണ്, ചില കൊയ്ത്തുകൾ നടക്കാൻ പോകുകയാണ്, ചില നന്മകൾ നിനക്ക് വേണ്ടി നൽകാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ആമേൻ. ജീസസ്, 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 ജീസസ്. അത് സംഭവിക്കപ്പെടാൻ പോകുക, അത് സംഭവിക്കപ്പെടാൻ പോകുക. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചു. അത് നവോമി കേട്ടു. ഞാൻ ആ ഭാഗം വിശദമാക്കാതെ നമ്മുടെ വായിച്ച ഭാഗമായി ഞാൻ വേഗം കടന്നു വരാൻ വേണ്ടി പോവുക. സ്തോത്രം. ദൈവം സന്ദർശിച്ചാൽ നിന്ദിച്ചവർ കേൾക്കും, ദൈവം സന്ദർശിച്ചാൽ വരൾച്ചകൾ മാറും. ഞാൻ 3-4 കാര്യങ്ങൾ വേഗം പറഞ്ഞു വന്നു. ഇസ്രായേൽ ജനത്തിന്റെ കാര്യങ്ങൾ 2 ഭാഗവും, സാറായുടെ കാര്യവും ഇപ്പോൾ ബേത്ലഹേമിന്റെ കാര്യവും പറഞ്ഞു. ബേത്ലഹേമിനെ ദൈവം സന്ദർശിച്ചു. ഞാൻ ഈ വായിച്ച വാക്യത്തിലേക്ക് വരുന്നു, 65-ാം സങ്കീർത്തനത്തിലേക്ക്. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. ദൈവമക്കളെ ഭാഗം ശ്രദ്ധിച്ചേ. ഭൂമിയുടെ കാലാവസ്ഥ നമുക്കറിയാം. ഈ ഭൂമിയുടെ കാലാവസ്ഥയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോ എന്നും വസന്തകാലമല്ല, എന്നും വസന്തകാലമല്ല, എന്നും ഒരുപോലെ ആയിരിക്കില്ല. കാലാവസ്ഥയ്ക്ക് മാറ്റമുണ്ട്. നമുക്കെല്ലാം ആഗ്രഹം എന്നും അങ്ങ് വസന്തകാലമായിരിക്കണമെന്നാ. പക്ഷെ എന്നും വസന്തകാലമായിരിക്കില്ല കേട്ടോ. സ്വതന്ത്രം. ഗ്രീഷ്മവും ഹേമന്തവും ശരത്കാലവും ഒക്കെ മാറി മാറി വരും. ഇതാണ് ഭൂമിയുടെ കാലാവസ്ഥ. ഒന്നുകൂടെ പറയാം, കാലാവസ്ഥകൾക്ക് മാറ്റം ഉണ്ടാകും. എന്നും വസന്തമായിരിക്കില്ല, എന്നും അങ്ങ് കൊയ്ത്തായിരിക്കില്ല, മാറി മാറി വരും. കാലാവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകും, വ്യതിയാനം ഉണ്ടാകും. നമ്മുടെയൊക്കെ ആഗ്രഹം എന്നും അങ്ങ് സന്തോഷത്തോടെ ജീവിക്കണമെന്നാ. ഒരിക്കലും ഇല്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, സ്തോത്രം, ഈ കാലാവസ്ഥ മാറി മാറി വരുന്ന സാഹചര്യത്തിൽ ഒരു നല്ല മഴ പെയ്യണം. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരിക. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, ഒരു മഴ പെയ്യിക്കുന്നു, ഒരു മഴയിലേക്ക് വരുന്നു. നമുക്കറിയാം, ഒരു മഴയ്ക്ക് മുമ്പേ, അതായത് മഴക്കാലത്തിന് മുമ്പേ
ഒരു വരൾച്ച ഉണ്ടാകും, ഒരു വറുതി ഉണ്ടാകും. ഒരു വറുതി കഴിഞ്ഞതിന് ശേഷമാണ് ഒരു മഴക്കാലം വരുന്നത്. ഈ വറുതിയുടെ അല്ലെങ്കിൽ ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കുമ്പോൾ അറിയാവുന്ന കുറച്ചു പേരെങ്കിലും ഉണ്ട്, പറയും ഈ ചൂട് കണ്ടിട്ട് നല്ല മഴ പെയ്യാൻ സാധ്യതയുണ്ട്, ചൂടിന്റെ അനുസരിച്ച് നല്ല മഴക്കാലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം എന്താ? ചൂട് വർദ്ധിക്കുമ്പോ അപ്പോൾ ബുദ്ധിമുട്ടാണെങ്കിലും മഴ അത്രയും ശക്തമായി പെയ്യും എന്നൊരു പ്രതീക്ഷ ഈ ചൂട് നൽകുന്നുണ്ട്. ഞാൻ പറയുന്നതിന്റെ ആത്മീയ ചിന്തകൾ മനസ്സിലാകുന്നുണ്ടോ? വറുതി വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, ചൂട് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, വരൾച്ച വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ദൈവം പറയാ നിനക്ക് വേണ്ടി അധികം മഴ ഉണ്ട്. 3.5 വർഷം മഴ പെയ്യാതിരുന്നപ്പോ ദൈവം നൽകിയ മഴ, ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് അനന്തരമായി നൽകിയ മഴയെക്കുറിച്ച് യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുന്നത് വൻമഴ പെയ്തു. അങ്ങനെയാണെങ്കിൽ ദീർഘകാലത്തെ വരൾച്ചയ്ക്ക് പകരമായി ദൈവം സന്ദർശിച്ചാൽ നൽകുന്നത് വൻമഴയായിരിക്കും. എത്ര പേർക്ക് ഈ ദൂത് ആത്മാവിൽ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? ആർക്കുമില്ലാത്ത വരൾച്ചകളും ആർക്കുമില്ലാത്ത വറുതിയും നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആർക്കുമില്ലാത്ത ചൂടിന്റെ കാഠിന്യമാണ് നിനക്കിപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നതെങ്കിൽ, ആത്മാവിന്റെ ബഹുനിശ്ചയത്തോടെ ഞാൻ പറയാം, ആർക്കുമില്ലാത്ത വിധത്തിൽ ദൈവം നിന്നെ സന്ദർശിച്ച് ഒരു അനുഗ്രഹിക്കപ്പെട്ട മഴ, അനുഗ്രഹീതമായ മഴ ദൈവം നിനക്ക് നൽകാൻ പോകുക. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ദൈവം സന്ദർശിക്കും. എന്നും വേനലല്ല, എന്നും വേനലല്ല, ഒരു മഴയുണ്ട്. ആ ഭാഗം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. നീ ഭൂമിയെ സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു. ഈ ഭാഗം ബാക്കി താഴോട്ട് വായിക്കണം. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു, നീ അതിന് ഉഴവുചാലുകളെ നനയ്ക്കുന്നു, നീ അതിന് കട്ട ഉടച്ചു നിരത്തുന്നു, മഴയാൽ നീ അതിനെ കുതിർക്കുന്നു, അതിന്റെ മുളയെ നീ അനുഗ്രഹിക്കുന്നു, സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, പാതകൾ പുഷ്ടിപൊഴിക്കുന്നു, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടിപൊഴിയുന്നു, കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു, മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടുന്നു, അവ ആർക്കെയും പാടുകയും ചെയ്യുന്നു. ശ്രദ്ധിച്ചേ, ഇവിടെ ആ ഭാഗം മറിക്കണം. അതുവരെ വരൾച്ചയാണ്, അതുവരെ വറുതിയാണ്. എന്നാൽ മുമ്പോട്ട് വന്ന സമയം നോക്കിക്കേ, അവിടെ നാം മനസ്സിലാക്കണം, ദൈവം ഒരുക്കി മഴ പെയ്യിപ്പിച്ചു കഴിഞ്ഞപ്പോ, വാക്കുകൾ പറയുന്നു, സന്ദർശിച്ച്, ദൈവം സന്ദർശിച്ച് നനച്ചു കഴിഞ്ഞപ്പോ, മഴ പെയ്ച്ചു കഴിഞ്ഞപ്പോ, ഇന്നലത്തെ അനുഭവം അല്ല ഇപ്പോൾ ഉള്ളത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വരണ്ട വേദനകമനി അല്ല തിരിച്ചു വന്ന നവോമി കണ്ടത്. അങ്ങനെയെങ്കിൽ സന്ദർശിച്ചവൻ മഴ പെയ്പ്പിച്ചാൽ, സ്തോത്രം, ഉഴവുചാലുകൾ നനയാൻ തുടങ്ങും, കട്ടകൾ ഉടച്ചു നിരത്തപ്പെടാൻ തുടങ്ങും, അതിന് കുതിർപ്പ് ഉണ്ടാകാൻ തുടങ്ങും, മുള പൊട്ടി പുറപ്പെടാൻ തുടങ്ങും, നന്മ കൊണ്ട് സംവത്സരങ്ങൾ അലങ്കരിക്കപ്പെടാൻ തുടങ്ങും, പാതകൾ പുഷ്ടിപൊഴിക്കും. സ്തോത്രം, മരുഭൂമിയിൽ പുൽപ്പുറങ്ങൾ പുഷ്ടിപൊഴിക്കും, കുന്നുകൾ ഉല്ലാസം ധരിക്കും, മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടം നിറയും, കുന്നുകൾ ധാന്യം കൊണ്ട് നോക്കിക്കേ. ഒറ്റ സന്ദർശനം കഴിഞ്ഞപ്പോ, ഒറ്റൊരാളുടെ വിസിറ്റ് കഴിഞ്ഞപ്പോ, മനസ്സിലായോ? ഒരാളൊന്ന് വിസിറ്റ് ചെയ്തപ്പോ, അത് സാധാരണക്കാരനല്ല, അത് നമ്മുടെ ദൈവമാണ്. എന്റെ പ്രിയരെ, എത്ര വരണ്ടിരിക്കുകയാണെങ്കിലും എന്റെ കർത്താവിന്റെ ഒരു ഒറ്റ വിസിറ്റ് കഴിഞ്ഞാൽ ചേഞ്ചാകാൻ പോവാ. ഞാൻ വളരെ ബഹുനിശ്ചയത്തോടെ ഇത് പറയുക, ദൈവം നിന്നെ സന്ദർശിക്കുന്ന ദിവസമാണ്. ഒറ്റ സന്ദർശനം കഴിഞ്ഞാൽ, ഒറ്റ വിസിറ്റ് കഴിഞ്ഞാൽ, സ്തോത്രം, വ്യത്യാസം ഉണ്ടാകാൻ പോവാ. ഒരു മനുഷ്യൻ നിന്നെ സന്ദർശിക്കുന്ന പോലെയല്ല, ഒരു മനുഷ്യൻ നിന്നെ വീട്ടിൽ വരുന്നത് പോലെയല്ല. ദൈവം നിന്നെ സന്ദർശിക്കാൻ പോവുകയാണ്. ദൈവം നിന്നെ സന്ദർശിച്ചാൽ നീ ആള് മാറും, നിന്റെ അവസ്ഥ മാറും, നിന്റെ പ്രകൃതി മാറും, നിന്റെ മണ്ഡലങ്ങളിൽ വലിയ വ്യതിയാനം ഉണ്ടാകും. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ഒറ്റ സന്ദർശനത്താൽ
സഖ്യാവിന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട് കേട്ടോ, പ്രവചനത്തിൽ. ദൈവം സന്ദർശിക്കുമ്പോൾ ആ വാക്യോടെ പറഞ്ഞു നിർത്താം. സഖ്യാവ് 10-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ വരുമ്പോൾ ഒരു പദം അവിടെയുണ്ട്. സൈനികരുടെ യഹോവ യഹൂദ ഗ്രഹമായ തന്റെ ആട്ടിൻകൂട്ടത്തെ സന്ദർശിച്ച് അവരെ പടയിൽ തനിക്ക് മനോഹര തുരകമാക്കും. ഞാന് അത് വിശദമായി ചിന്തിക്കേണ്ട ഭാഗമാണ്. ഒറ്റ ഭാഗം പറയാം. ആട്ടിൻകൂട്ടത്തെ മനോഹര തുരകമാക്കും. അർത്ഥാൽ മനോഹരമായ യുദ്ധത്തിന് പ്രയോജനപ്പെടുന്ന ഒരു കുതിരയാക്കി മാറ്റും. ആടല്ല, കുതിരയാകാൻ പോകുകയാണ്. സ്തോത്രം. കുതിരയാകാൻ പോവാ. ഈ യുദ്ധക്കുതിരയെ കുറിച്ച് പറഞ്ഞു വന്നുകൊണ്ട് പറയാം. യോബിന്റെ പുസ്തകത്തിൽ വാക്യമുണ്ട്. യോബിന്റെ പുസ്തകം 39-ാം അധ്യായത്തിൽ ഈ യുദ്ധക്കുതിരയെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ. 39-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം മുതൽ മേളിലുണ്ടെങ്കിൽ 24 വാക്യം വായിക്കാം. അത് ഉഗ്രതയും കോപവും കൊണ്ട് നിലം വീഴുന്നു. കാഹളനാദം കേട്ടാൽ അത് അടങ്ങിയിരിക്കയില്ല. കാഹളനാദം ധ്വനിക്കുന്നോറും അത് ഹാ ഹാ എന്ന് ചിണയ്ക്കുന്നു. പടയും പടനായകന്മാരുടെ മുഴക്കവും ആർപ്പും ദൂരത്തു നിന്ന് മടക്കുന്നു. എന്ന് വെച്ചാൽ മുകളിലുണ്ട് കേട്ടോ, ആ ഭാഗമല്ലേ ഇവിടെ വിഷയമാക്കുന്നില്ല. കുതിരയ്ക്കതി 19 വാക്യം വായിക്കണം. എന്ന് വെച്ചാൽ എത്രയുള്ള കാര്യം. ഒരാട് കുതിരയാകുക. ദൈവം സന്ദർശിച്ചപ്പോ സംഭവിച്ച കാര്യം കണ്ടോ. സെക്രട്ടറിയുടെ വാക്യം ഞാൻ പറഞ്ഞത്. ആട് കുതിരയായി മാറി. ആട് ഒരു ശബ്ദം കേട്ടാൽ മാറിപ്പോയി ഒളിക്കും, മാറി ഒതുങ്ങിപ്പോകും. ദൈവം പറയാ, ഞാൻ സന്ദർശിച്ചിട്ട് ആടിനെ ഞാൻ കുതിരയാക്കും. കുതിരയായി കഴിഞ്ഞാൽ യുദ്ധം കേൾക്കുമ്പോൾ, കാഹളനാദം കേൾക്കുമ്പോൾ പിൻവലിയല്ല, യുദ്ധത്തിനായി തയ്യാറാകുകയാണ്. സ്തോത്രം. പടയും പടനായകന്മാരുടെ മുഴക്കം ആർപ്പ് ദൂരത്ത് നിന്ന് മടക്കും. എന്ന് വെച്ചാൽ ദൂരത്ത് നിന്ന് തന്നെ യുദ്ധത്തെ മടക്കുക, പടയെ ദൂരവേ കാണുക. ഇതാണ് ദൈവം സന്ദർശിക്കുന്ന വ്യത്യാസം. ഞാൻ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവം സന്ദർശിക്കുന്ന ഉദ്ദേശം നിന്നെ മാറ്റിയെടുക്കാൻ വേണ്ടിയാ. ദൈവം നിന്നെ സന്ദർശിക്കുന്ന ഉദ്ദേശം നീ കേവലം ആടായിരിക്കാൻ വേണ്ടിയല്ല, നിന്നെ ഒരു മനോഹര തുരകമാക്കാൻ വേണ്ടിയാ, ഒരു യുദ്ധക്കുതിരയാകാൻ വേണ്ടിയാ ദൈവം നിന്നെ സന്ദർശിക്കുന്നത്. എത്ര പേർ പറയുന്നു ദൈവം നിന്നെ സന്ദർശിക്കുക? ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? ദൈവമേ, നീ എന്നെ സന്ദർശിക്കണമേ, നീ എന്നെ സന്ദർശിക്കണേ. ഞാൻ പ്രാരംഭത്തിൽ 3 കാര്യം പറഞ്ഞു. ദൈവ സന്ദർശനം 3 വിധത്തിലാ. 1, ദൈവിക ന്യായവിധിയോടുള്ള ബന്ധത്തിലാ. 2, ദൈവിക ഉദ്ധാരണത്തിലുള്ള ബന്ധത്തിലാ. 3, ദൈവഹിതത്തിലേക്ക് നമ്മെ നയിക്കാൻ ദൈവം അയക്കുന്ന ചില പരിശീലനങ്ങൾ അല്ലെങ്കിൽ പരിശോധനകളാണ്. പാപം ചെയ്തവർക്കാണ് ന്യായവിധിയെ ഭയപ്പെടേണ്ടത്, ദൈവിക ന്യായവിധിയെ, ആ സന്ദർശനത്തെ. പക്ഷേ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ലോർഡ് പ്ലീസ് വിസിറ്റ് മീ, പ്ലീസ് വിസിറ്റ് മീ. എന്നെ സന്ദർശിക്കണമേ, എന്നെ സന്ദർശിക്കണമേ. എന്തിനാണെന്നറിയാമോ? എനിക്കൊരു മാറ്റം ഉണ്ടാകാൻ, എനിക്കൊരു ചേഞ്ച് ഉണ്ടാകാൻ, എന്റെ വരൾച്ച മാറാൻ, എനിക്കൊരു വ്യത്യാസം വരുത്താൻ, എന്റെ കുടുംബത്തിനകത്തൊരു വ്യത്യാസം വരുത്താൻ, എന്റെ തലമുറയ്ക്കൊരു വ്യത്യാസം വരുത്താൻ ദൈവമേ എന്നെ സന്ദർശിക്കണമേ. എല്ലാ കണ്ണും അടയട്ടെ. എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്, ലോർഡ് പ്ലീസ് വിസിറ്റ് മീ, എന്നെ സന്ദർശിക്കണമേ. നിന്റെ വളർച്ച മാറുക കേട്ടോ. ഇനി നീ വരണ്ട അനുഭവത്തിലല്ല. നിന്നെ നിന്ദിച്ചവരുണ്ട്, നിന്നെ പരിഹസിച്ചവരുണ്ട്. ദൈവം പറയുന്നേ, ഞാൻ നിന്നെ സന്ദർശിക്കാം. ഒറ്റ സന്ദർശനം മതി. പുതിയ നിയമഭാഗമൊക്കെ എടുത്താൽ എനിക്ക് ഒത്തിരി വിശദമാക്കാനുണ്ട്, സമയം എടുക്കാത്തതുകൊണ്ട്. കൂരിട്ട് കിടന്നിടത്ത് ഇരുട്ടി കിടന്ന ജനം വെളിച്ചം കാണാൻ കാരണം യേശു കർത്താവിന്റെ സന്ദർശന. വർഷങ്ങൾ, നീണ്ട വർഷങ്ങൾ രോഗിയായി കിടന്നവർ, പ്രതീക്ഷകൾ അസ്തമിച്ചത്, കുളക്കഴ കിടന്നത്, ഒറ്റ സന്ദർശനം കൊണ്ട് മാറിയെങ്കിൽ. ദൈവത്തിന്റെ സന്ദർശനം ഉണ്ട് കേട്ടോ. ആര് സന്ദർശിക്കുന്ന പോലെ അല്ല ദൈവത്തിനെ സന്ദർശിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഈ ദിവസങ്ങളിൽ ദൈവാത്മാവിനെ ശക്തമായി പറഞ്ഞതാണ്. ദൈവത്തിന് ജനത്തെ സന്ദർശിക്കുക, ദൈവത്തിന് ജനത്തെ സന്ദർശിക്കുക. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട, എനിക്കാരുമില്ല, ദൂതൻ വെള്ളം കലക്കുമ്പോൾ, കുളം കലക്കുമ്പോൾ എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല, ആരുമില്ലെന്നോർത്ത് പ്രതീക്ഷകൾ നഷ്ടമിച്ചു പോയെങ്കിൽ നിന്റെ അടുക്കൽ ഇന്ന് പകൽ ഒരാൾ ഇറങ്ങി വരിക. നീണ്ട വർഷത്തെ
നിന്റെ കിടപ്പിന് മാറ്റം വരുത്താൻ, നിന്റെ നാളുകളിൽ നിന്റെ കണ്ണുനീരിന് മാറ്റം വരുത്താൻ ഒറ്റ വിസിറ്റ് മതി. ഒറ്റ വിസിറ്റ് മതി. ഓ പോകല്ലേ കടന്നേ നീ പ്രിയ യേശുവേ, മറ്റുള്ളോരെ ദർശിക്കുമ്പോ നോക്കുകന്നേ. ഒരു പഴയ ഗാനമാണ്, അറിയാവുന്നവർ ചേർന്ന് പറഞ്ഞോളൂ. ഓ പോകല്ലേ കടന്നേ നീ പ്രിയ യേശുവേ, മറ്റുള്ളോരെ ദർശിക്കുമ്പോ നോക്കുകന്നേയും. ഓ പോകല്ലേ കടന്നേ നീ പ്രിയ യേശുവേ, മറ്റുള്ളോരെ ദർശിക്കുമ്പോ നോക്കുകന്നേ. എല്ലാ കണ്ണുമടക്കിയിരിക്കുമ്പോ ഒന്ന് പ്രാർത്ഥിക്കാവോ? ഒന്ന് പ്രാർത്ഥിക്കാവോ? ഒന്ന് പ്രാർത്ഥിക്കാവോ? കർത്താവേ, നീ എന്നെ ഒന്ന് വിസിറ്റ് ചെയ്യണേ, നീ എന്നെ ഒന്ന് സന്ദർശിക്കണേ. എന്നെ വിട്ടു പോകല്ലേ, എന്നെ വിട്ടു പോകല്ലേ, എന്നെ വിട്ടു പോകല്ലേ. കർത്താവേ, എന്നെ വിട്ടു പോകല്ലേ. യേശുവേ, എന്നെ വിട്ടു പോകല്ലേ. നീ എന്നെ ഒന്ന് സന്ദർശിക്കണമേ. എനിക്കൊരു മാറ്റം ഉണ്ടാകണം, എനിക്കൊരു മാറ്റം ഉണ്ടാകണം, എനിക്കൊരു വ്യത്യാസം ഉണ്ടാകണം. കർത്താവേ, എന്നെ വിട്ടു പോകല്ലേ, എന്നെ വിട്ടു പോകല്ലേ. യേശുവേ, എന്നെ വിട്ടു പോകല്ലേ. ഒരുമിച്ച് പ്രാർത്ഥിക്കാണ്, ഒരുമിച്ച് പറഞ്ഞാട്ടെ, ഒരുമിച്ച് പറഞ്ഞാട്ടെ. മറ്റുള്ളോരെ ദർശിക്കുമ്പോ നോക്കുകന്നേ. ഓ പോകല്ലേ കടന്നേ നീ പ്രിയ യേശുവേ, മറ്റുള്ളോരെ ദർശിക്കുമ്പോ നോക്കുകന്നേ. യേശുനാഥ, യേശുനാഥ, എന്നപേക്ഷകേ, മറ്റുള്ളോരെ ദർശിക്കുമ്പോ നോക്കുകന്നേ. ഓ നീ കൃപാസനത്തിൻ മുമ്പിൽ വീണ് കേഴുന്നേ. വിശ്വാസം ക്ഷീണിക്കുമ്പോ നീ സഹായിക്ക. യേശുനാഥ, യേശുനാഥ, എന്നപേക്ഷകേ, മറ്റുള്ളോരെ ദർശിക്കുമ്പോ നോക്കുക. Lord, please visit me, Lord. Oh, 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 oh.
പോകല്ലേ കടന്നെ, ഓ പോകല്ലേ കടന്ന്. കരമുയർത്താമെങ്കിൽ കരമുയർത്തി, ഓ പ്രിയ യേശുവേ, മറ്റുള്ളോർ ദർശിക്കുമ്പോ മറ്റുള്ളോരെ ദർശിക്കുമ്പോ യേശുനാഥ, യേശുനാഥ, ഓ ഇത് പകൽ കർത്താവിന്റെ ആത്മാവ് ചെയ്യുക, ദൈവത്തിന്റെ ആത്മാവ് സന്ദർശിക്കുക. നിന്നെ അറിയുന്നൊരു ദൈവം, നിന്നെ മനസ്സിലാക്കുന്നൊരു ദൈവം നിന്നെ സന്ദർശിക്കുക. ഓ യേശു നാഥ, മറ്റുള്ളോരെ ദർശിക്കുമ്പോ നോക്കൂ എന്നെ, മറ്റുള്ളോരെ ദർശിക്കൂ, നോക്കൂ എന്നെ. കർത്താവ് ഇന്ന് പകൽച്ചലോട് പറയുക, ദൈവത്തിനെ കാണുക, ദൈവത്തിനെ സന്ദർശിക്കുക. മറ്റുള്ളവരെ നോക്കിയിട്ട് കർത്താവേ, അവർക്കെല്ലാം വ്യത്യാസം ഉണ്ടായി, അവർക്കെല്ലാം വ്യതിയാനം ഉണ്ടായി, അവരുടെ പല കാര്യങ്ങൾ നടപ്പിലായി. എന്തുകൊണ്ട് ഞാൻ മാത്രം ഇങ്ങനെയായിരിക്കുന്നു? എന്തുകൊണ്ട് എൻ്റെ അവസ്ഥ മാത്രം ഇങ്ങനെയായിരിക്കുന്നു? ദൈവം നിന്നോട് പറയാ, ഞാൻ നിന്നെ സന്ദർശിക്കാൻ പോകുക, ഞാൻ നിന്നെ സന്ദർശിക്കാൻ പോകുക. I will visit you. ഞാൻ നിന്നെ സന്ദർശിക്കാൻ പോകുക. ഞാൻ നിന്നെ സന്ദർശിക്കാൻ തുടങ്ങിയാൽ നിനക്ക് ചേഞ്ച് ആകും, നിനക്ക് വ്യത്യാസം ഉണ്ടാകും. കഴിഞ്ഞ കാലങ്ങളെ പോലെയല്ല, കഴിഞ്ഞ കാലങ്ങളെക്കാൾ വ്യത്യസ്തമായി ഞാൻ നിന്നെ സന്ദർശിച്ച് മാറ്റം വരുത്താൻ പോകുക. എത്ര പേർക്ക് ഇന്ന് മകൻ വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ കഴിയുന്നവർ കരമുയർത്താമെങ്കിൽ കരമുയർത്തിക്കൂ, പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിച്ചല്ലോ. കർത്താവേ, എന്നെ വിസിറ്റ് ചെയ്യണമേ, എന്നെ സന്ദർശിക്കണമേ, എന്നെ വിട്ട് പോകല്ലേ കർത്താവേ. എന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ നിർജീവമായി പോയ, ചലനമറ്റുപോയ, മുരളിച്ചു പോയ, വളർച്ചയില്ലാതായി പോയ നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ഒറ്റ സന്ദർശനം മതി. ഇന്നലകളിൽ പല മനുഷ്യരുടെയും സന്ദർശനം നിനക്ക് വേദന ഉണ്ടാക്കിയെങ്കിൽ, പല മനുഷ്യരുടെ സന്ദർശനം നിന്നെ ദുഃഖത്തിൽ വിട്ടെങ്കിൽ, പല മനുഷ്യരുടെ സന്ദർശന നിമിത്തമുണ്ടായ വാക്കുകൾ നിന്റെ മനസ്സിനെ വേദനിപ്പിച്ചെങ്കിൽ, ഇന്ന് പകൽ കർത്താവ് പറയാം, ഞാൻ നിന്നെ വിസിറ്റ് ചെയ്യാൻ പോവാ, ഞാൻ നിന്നെ വിസിറ്റ് ചെയ്യാൻ പോവാ, ഞാൻ നിന്നെ സന്ദർശിക്കാൻ പോകുക. അത് വേദനയല്ല, അത് ദുഃഖമല്ല, അത് ഭാരമല്ല, നിനക്ക് സമാധാനം നൽകി തരാൻ. നോക്കൂ എന്നെ, ഓ മറ്റുള്ളവരെ ദർശിക്കൂ. നോക്കൂ. എത്ര പേർ കർത്താവേ, എന്നെ പോകല്ലേ, എന്നെ വിട്ട് നീ കടന്നു പോകരുത്. ഒരു വ്യക്തിമായി നിലവിളിക്കുക, ദാവീദ് പുത്ര, നീ എന്നെ കാണാതെ പോകല്ലേ, എന്നെ സന്ദർശിക്കാതെ പോകല്ലേ. ആ ഒറ്റ വിളിയാണ് നാളുകളായി, വർഷങ്ങളായി അവന്റെ മനസ്സിനെയോ അവന്റെ ശരീരത്തെയോ അവന്റെ ചിന്താമണ്ഡലങ്ങളെയോ ഒക്കെ കൊണ്ടാക്കി കളഞ്ഞ അനുഭവത്തിൽ വ്യത്യാസം വരുത്തിയതെങ്കിൽ ഇന്ന് മകൾ പറ, കരഞ്ഞോ ദൈവത്തോട്, ലോർഡ്
എന്നെ ഒന്ന് വിസിറ്റ് ചെയ്യണേ. എനിക്കൊരു മാറ്റം വേണം. എന്റെ ശുശ്രൂഷയ്ക്കൊരു മാറ്റം വേണം. എന്റെ ആത്മീയ നിലവാരത്തിനൊരു മാറ്റം വേണം. എന്റെ ജീവിത അനുഭവത്തിന് മാറ്റം വരണം. നാളുകൾ ഞാൻ കൊണ്ടു നടക്കുന്ന എന്റെ വേദനയ്ക്കൊരു മാറ്റം വരണം. ലോർഡ് പ്ലീസ് എന്നെ കടന്നു പോകല്ലേ, എന്നെ കടന്നു പോകല്ലേ. അവൻ നിലവിളിച്ചപ്പോൾ നിലവിളിക്കേ. മറ്റുള്ളവരെ നോക്കുമ്പോ എന്നെ നോക്കണേ. എന്നെ കടന്നു പോകല്ലേ അപ്പാ. ഓ എന്നെ കടന്നു പോകല്ലേ കർത്താവേ. എന്നെ സന്ദർശിക്കണേ. യെസ്. പോകല്ലേ കടന്നേ പ്രിയ യേശുവേ. ഇതൊരു പ്രാർത്ഥനയാകട്ടെ. എല്ലാ കണ്ണുമടച്ച് പ്രാർത്ഥിച്ചോളൂ. ഓഹോ പോകല്ലേ കടന്നേ പ്രിയ യേശുവേ. മറ്റുള്ളോരെ ദർശിക്കൂ മറ്റുള്ളോരെ ദർശിക്കുമ്പോ കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോ നിങ്ങൾ ഇരിക്കുന്ന മുറിക്കകത്ത്, നിങ്ങളുടെ വീട്ടിനകത്ത് ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും, നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും നിങ്ങൾ കുടുംബമായിരുന്നാലും എല്ലാ കണ്ണുമടയ്ക്കുമ്പോ ഇത് കരമുയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കൂ. ദൈവമേ എന്നെ വിസിറ്റ് ചെയ്യണേ. ദൈവമേ എന്നെ സന്ദർശിക്കണമേ. എനിക്കൊരു മാറ്റം വരാൻ, എനിക്കൊരു മാറ്റം വരുത്താൻ അങ്ങേക്ക് പ്രസാദം തോന്നണമേ. കരമുയർത്തി പ്രാർത്ഥിക്കൂ. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുക. എനിക്ക് കർത്താവ് നൽകിയ ഭയങ്കര ഒരു നിയോഗമുണ്ട്. പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുന്ന ഒരു നിയോഗമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആത്മാവ് എന്നെ ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, ഞാൻ ഇവിടെ കാമസ്തോത്രം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ കരം ഉയർത്തിയിരിക്കുമ്പോൾ ദൈവം നിങ്ങളെ സന്ദർശിക്കാൻ പോകുക. ആമേ ശരീര മണ്ഡലങ്ങളിൽ രോഗബന്ധനങ്ങളെ കർത്താവ് പൊട്ടിച്ചു മാറ്റാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ മനസ്സിനകത്ത് വലിയ ബലം ആത്മാവിൽ കൽപ്പിക്കാൻ പോകുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ചേർന്ന് വരുന്നു. ഈ കരമുയർത്തി പ്രാർത്ഥനയ്ക്കായി തലവണക്കി ഈ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളെ സന്ദർശിക്കുമല്ലോ. അങ്ങ് ഞങ്ങളെ സന്ദർശിച്ചാൽ ഞങ്ങൾക്ക് മാറ്റം വരുമല്ലോ. ഒറ്റ സന്ദർശനം കൊണ്ട് ഞങ്ങൾക്ക് വ്യത്യാസം വരുമല്ലോ. മനുഷ്യന്റെ സന്ദർശനങ്ങൾ പലപ്പോഴും ഞങ്ങൾക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. മനുഷ്യന്റെ സന്ദർശനങ്ങൾ പലപ്പോഴും ഞങ്ങൾക്ക് ദുഃഖം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അങ്ങ് ഞങ്ങളെ സന്ദർശിച്ചാൽ ഞങ്ങൾക്ക് വ്യതിയാനമാണ് ഉണ്ടാകുന്നത്. ഇന്ന് പകൽ ഈ ജനത്തിനായി ആത്മനിയോഗത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം ഇപ്പോഴോ പിന്നത്തേതിലോ കേൾക്കുന്ന ആരുമായിക്കൊള്ളട്ടെ, ഈ ദൂത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി നിന്റെ അത്ഭുതത്തിന്റെ കരകൾ നീട്ടേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവരെ സന്ദർശിക്കണമേ. അവരുടെ ശരീര മണ്ഡലങ്ങളിൽ വലിയ സൗഖ്യം കൽപ്പിച്ചാക്കണമേ. അവരുടെ ആത്മമണ്ഡലത്തിൽ വലിയ വിടുതൽ കൽപ്പിച്ചാക്കണമേ. അവരുടെ മനസ്സിനകത്ത് വലിയ സമാധാനം കൽപ്പിച്ചാക്കണമേ. അവർ ആടിനെ പോലെ ഒതുങ്ങിയിരിക്കാനല്ല, യുദ്ധകളത്തിലേക്ക് ഒരു മനോഹര തുരകമായി ചാടി ഇറങ്ങേണ്ടതിന് വരണ്ട അനുഭവങ്ങൾ മാറി കുന്നുകളിൽ ഉല്ലാസം ധരിക്കുന്ന
താഴ്വരകളിൽ ധാന്യം കൊണ്ട് മൂടുന്ന, മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടം കൊണ്ട് നിറയുന്ന, സംവത്സരങ്ങൾ പുഷ്ടി പൊഴിക്കപ്പെടുന്ന, നന്മകൾ കൊണ്ട് അലങ്കരിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മ മാറ്റേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ കർത്താവ് സന്ദർശിച്ചതിനാൽ എനിക്ക് സ്തോത്രം. ഉദ്ധാരണമായി, വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണമായി, നന്മയുടെ പൂർത്തീകരണമായി പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ മാറ്റിയെടുക്കുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. എന്റെ കർത്താവെ, അങ്ങത് ചെയ്യുന്നതിനാൽ അങ്ങേക്ക് സ്തോത്രം. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. വചനത്തിന്റെ ശക്തി വെളിപ്പെടുന്നതിനാൽ അങ്ങേക്ക് സ്തോത്രം. നിരന്തരമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമസ്ത വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ ദൈവമക്കൾക്കായി, പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഈ സന്ദേശം കേട്ട എല്ലാവർക്കുമായി നന്ദി. കണ്ണമ്പള്ളി സഭയ്ക്കായി ഒരിക്കൽ കൂടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ നാമത്തിന്റെ വിടുതലുകൾ എല്ലാവരും മേൽ കൽപ്പിക്കുന്നതിനാൽ സ്തോത്രം. രാജ്യങ്ങളെ ഓർക്കൽ കൂടി ഓർക്കുന്നു. രോഗികളായിരിക്കുന്നവരെ ഓർത്ത്, കർത്താവെ കഷ്ടത അനുഭവിക്കുന്നവരെ ഓർത്ത്, ഡോക്ടേഴ്സിനെ, നേഴ്സസിനെ, പോലീസ് അധികാരികളെ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ എല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനം കൽപ്പിച്ചാക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവേ, അങ്ങയുടെ പ്രാർത്ഥന കേട്ടതിനാൽ അങ്ങേക്ക് സ്തോത്രം. അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തിനാൽ സ്തോത്രം. ഞങ്ങൾ സംസാരിച്ചതിനാൽ സ്തോത്രം. അങ്ങ് ഞങ്ങളെ സന്ദർശിച്ചതിനാൽ അങ്ങേക്ക് സ്തോത്രം. സ്തോത്രം, സ്തോത്രം. പിതാവ് പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ കൃപകളും ആശീർവാദവും കരുണയും കാവലും നമ്മോട് നാം പ്രാർത്ഥിച്ച എല്ലാ ആവശ്യത്തിന്മേലും, വചനം കേട്ട് അത് വിശ്വസിച്ച് ഏറ്റെടുത്ത ദൈവമക്കളുടെ മേലും യേശു കർത്താവിന്റെ പുനരാഗമനം വരെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് പകലും ജയം എന്ന കർത്താവിനും ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ.